ഇന്ന് മുതൽ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കുന്ന കർത്താവാണ്. വചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. വ്യക്തിപരമായി ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേരിട്ട് നമ്മോട് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് പ്രവാചകന്മാരെ നമ്മുടെ മധ്യ അയച്ച ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കാറുണ്ട്. വചനം പറയുന്നു, ദൈവം നമ്മളോട് എങ്ങനെ ഇടപെട്ടാലും ദൈവം പറയുന്ന വചനത്തിന് ദൂതിന് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? ഭാഗ്യവാനും ഭാഗ്യവതി എന്ന് പറയുന്നത്. ഇനി വചനവും ദൂതും വിശ്വസിക്കാത്തവരെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ലൂക്കോസ് 24:25 യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ അല്പനേരം കർത്താവ് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പോൾ നമ്മൾ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ മന്ദബുദ്ധിയാണോ എന്ന് തീരുമാനിക്കുന്ന ആര് തന്നെ? നമ്മൾ തന്നെ. അപ്പം എനിക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ വചനവും ദൂതും വിശ്വസിക്കുന്നവരെ ദൈവം ഭാഗ്യവതി എന്ന് വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനവും ദൂതും വിശ്വസിക്കാത്തവരെ ദൈവം വിളിക്കുന്ന പേരെന്താണ്? മന്ദബുദ്ധി എന്നാണ്. നമുക്കറിയാം ഈ വാക്യത്തിന്റെ ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേലിലെ അവസാനത്തെ മഹാപുരോഹിതനായിരിക്കുന്ന സക്കരിയാവിന്റെ ഭാര്യ എലിസബത്ത് യേശുവിന്റെ അമ്മയാകുവാൻ പോകുന്ന മറിയോടാണ് പറഞ്ഞത്, മറിയെ, കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച നീ ആരാ? ഭാഗ്യവതി. ഇത് എലിസബത്ത് പറയുമ്പോൾ അവളുടെ വീട്ടിലെ പശ്ചാത്തലം മനസ്സിലാക്കണം. അവളുടെ ഭർത്താവ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങി പറഞ്ഞ ദൂത് അവിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി ഭവനത്തിൽ പാർക്കുമ്പോൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന മറിയോട് എലിസബത്ത് പറയുക, എന്റെ ഭർത്താവ് കണ്ടോ ദൂത് അവിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി പാർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നോട് ഇറങ്ങി പറഞ്ഞ ദൂത് സാഹചര്യം നോക്കാതെ വിശ്വസിച്ച മറിയെ, നീയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറയുന്നത്. നമ്മൾ എലിസബത്തിന്റെ വീട്ടിൽ ചെന്ന സക്കരിയാവ് നമ്മോട് സംസാരിക്കും? ഇല്ല. കാരണം എന്താ? ദൈവത്തിന്റെ ദൂത് അവിശ്വസിച്ചത് കൊണ്ട് സംസാരിക്കാൻ കഴിയാതെ മൗനമായി ഭവനത്തിൽ പാർക്കുമ്പോൾ ആ വീട്ടിലോട്ട് ചെല്ലുന്ന മറിയോടാണ് പറഞ്ഞത്, മറിയെ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത ദൂത് സാഹചര്യം നോക്കാതെ വിശ്വസിച്ച നീയാണ് ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ ഭാഗ്യവതി. ഇനി മറിയെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗ്യാവസ്ഥയിൽ വരുവാൻ അവൾ കൊടുത്ത വില ഭയങ്കരമായി. ഏത് വ്യക്തിയും ദൈവത്തിന്റെ ഭാഗ്യാവസ്ഥയിൽ വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്ത് കൊടുത്തേ പറ്റൂ? വില കൊടുത്തേ പറ്റൂ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 6-ാം മാസം ദൈവം ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിൽ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന് പറയുന്ന കന്യകയുടെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുവാൻ യേശു എന്ന് എന്ത് ചെയ്യണം? പേരിടണം. ഈ കൃപ എന്ന് പറയുന്ന ഒരു പ്രവചനമാണോ? അല്ല. ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മാമേനോട് വന്ന് ചോദിച്ചു, ദൈവദാസനെ കൃപയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ അങ്ങനെ ചോദിക്കുക. പിന്നീട് മനസ്സിലായ പ്രവചനം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രവചനത്തെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്? കൃപയായിട്ട് കാണുന്നത്. പ്രവചനം മാത്രമാണോ കൃപ? അല്ല. കഷ്ടത എന്ന് പറയുന്നത് ഒരു കൃപയാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല? പ്രാർത്ഥിക്കാറില്ല. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ അവർ പോയി. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഏത് വ്യക്തിയും നന്മ പ്രാപിച്ച വ്യക്തിയോട് നമ്മൾ ചോദിച്ചാൽ ഒരു പിരീഡ് അവർ കഷ്ടതയിലൂടെ പോയതാണ്. ഒരു പിരീഡ് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്. പൗലോസ് പോലും പറഞ്ഞു, ഞങ്ങൾ പ്രാപിച്ച ദൈവശക്തിക്ക് മുകളിൽ ഭാരം വന്നിട്ടുണ്ട്. ചില പഠിപ്പിനെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനൊന്നുമല്ല. പ്രാപിച്ച ദൈവശക്തിക്ക് മുകളിൽ ഭാരവും നിരാശയൊക്കെ വരും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. ചില വാക്കുകൾ പെട്ടെന്ന് വായിക്കണേ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. അടുത്തത്, ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ. അപ്പൊ ശക്തിക്ക് മീതെ എന്തോ വരും? ഭാരം വരും. ശക്തിക്ക് മീതെ ഭാരം വന്നു. പക്ഷെ അവിടെ ഭാരം ജയിച്ചില്ല, ശക്തി ജയിച്ചു. പൗലോസ് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കുമെന്ന് പോലും ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു. കാരണം ഇനി മുന്നിലൊരു ജീവിതം ഇല്ല. പക്ഷേ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ആശ്രയിച്ചു. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ ഒരു സ്ഥലത്തും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ മറിയയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, അന്നത്തെ യെരുശലേമിൽ താമസിച്ചിരുന്ന സകല കന്യകമാരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്, യേശു എന്നിലൂടെ എന്ത് ചെയ്യണം?
ജനിക്കണം. എല്ലാ സഹോദരിമാരും പ്രാർത്ഥിച്ചു. പക്ഷെ യാദൃച്ഛിക ദൂതൻ ആരെടുത്താ വന്നേ? മറിയെടുത്താ വന്നേ. മറിയെടുത്ത് എപ്പോഴാ വന്നേ? വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷമാ വന്നേ. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം അവർക്ക് പറയാൻ പറ്റത്തില്ല. വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നതിന് മുമ്പാണ് ദൂതൻ വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ഓക്കെ പറയായിരുന്നു. പക്ഷേ വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം വന്നത് കൊണ്ട് ഒത്തിരി പ്രതിസന്ധിയിലൂടെ അവർ പോകേണ്ടി വരും. ഒന്ന്, അവിടെ വിവാഹം എന്ത് ചെയ്യാം? മുടങ്ങാം. 2, അന്നത്തെ ന്യായപ്രമാണം അനുസരിച്ച് അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം. 3, സമൂഹത്തിൽ മുഴുവൻ നിന്ദയായി മാറാം. 4, ഇന്ന് വരെ വളർത്തിക്കൊണ്ടുവന്ന അപ്പനും അമ്മയും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും. പക്ഷെ ദൂതൻ പറയുന്ന ദൈവകൃപ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്ന് പകൽ ഇങ്ങനെ ഒരു ദൂത് നമ്മളിരിക്കെ പറഞ്ഞാൽ ആ ദൂതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതിനകത്ത് നിർത്താമെന്നോ സഹായിക്കാമെന്നോ നിനക്കൊരു കുഴപ്പവും വരത്തില്ലെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം എല്ലാം പറയണമെന്നില്ല. പക്ഷെ ദൈവം പറയുന്ന ദൂതിന്റെ പിന്നിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ദൈവാത്മാവ് നമ്മളെ വിടിവിക്കും. ഇനി എല്ലാരോടും എല്ലാം ദൈവം പറയത്തൂല്ല. ഇപ്പൊ പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കും, ജയിലിലാവുമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. കഷ്ടത ഉണ്ടാവുമെന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ പത്രോസ് ഒരിക്കലും നിൽക്കത്തില്ല. കാരണം പത്രോസിന്റെ ജീവിത രീതി മനസ്സിലാക്കാൻ കഴിയും. പത്രോസ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പടകും വലയൊക്കെ വിട്ടാ വന്ന എന്തെങ്കിലും കിട്ടുമോ? പുള്ളി കിട്ടുന്ന കാര്യം മാത്രമായി എപ്പോഴും ദൈവത്തോട് ചോദിച്ചിരുന്നത്. പക്ഷെ പൗലോസിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നീ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പക്ഷെ പൗലോസ് സമ്മതിച്ചിറങ്ങി. ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും പൗലോസിന് അടി കിട്ടുമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്കറിയാം, ഏത് മീറ്റിംഗ് കഴിഞ്ഞാലും പുള്ളി ജയിലിലാവും, ഒന്നിൽ അടി കിട്ടും, ഒന്നിൽ പ്രശ്നം ഉണ്ടാകും. പക്ഷെ അതിനകത്ത് നിൽക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഉറപ്പുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പറയും. ദൈവം നമ്മളെ വിളിക്കുമ്പോഴേ നമ്മുടെ സ്വഭാവം നല്ലവണ്ണം ദൈവത്തിനറിയാം. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമോ, പോർക്കളത്തിൽ നിൽക്കുമോ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മാറിപ്പോകുമോ എന്നറിയാം. ഇനി യോബിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ കാലഘട്ടത്തിൽ യോബ് പറഞ്ഞൊരു വാക്യമുണ്ട്, വായിക്കാം. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 23-6. അവൻ എന്നെ ആദരിക്കത്തേ ഉള്ളൂ. കേട്ടോ, യോബിനെ പോലെ നമ്മൾ പ്രതിസന്ധി നോക്കി പറയണം, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ ആദരിക്കത്തേ ഉള്ളൂ. യോബിനെ പരീക്ഷയ്ക്ക് ദൈവം അനുവദിച്ചു. യോബ് പിന്മാറി പോകത്തില്ല. ദൈവം തന്നെ അറിയാം. സഹോദരന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്നെ ആദരിക്കും. കൂട്ടുകാരെല്ലാം പറഞ്ഞിടാ, നിന്റെ എന്തോ കുഴപ്പം കൊണ്ടായത് വന്നേ. നമ്മുടെ ബന്ധക്കോസിന് ഈ പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്നോ അങ്ങനെ പറഞ്ഞു വരത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. യോബിന്റെ ഒരിക്കൽ ചോദിച്ചു, 3 സ്നേഹിതന്മാരെ പ്രാർത്ഥിക്കാൻ വന്നു. കണ്ട ഉടനെ മനസ്സിലായി വളരെ കഷ്ടത്തിലാണ്. ഉടനെ ഒരു വാക്ക് പോലും ചോദിക്കാതെ 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ യോബിന്റെ കൈ മൊത്തം ചൊറി കൂടി. ഉടനെ യുവമാർ പറഞ്ഞാൽ, നിന്റെ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടായി പ്രശ്നം നിനക്ക് ഉണ്ടായത്. ഇല്ലെങ്കിൽ നീ നല്ലവനായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിഷയം വരത്തില്ലെന്ന് പറഞ്ഞാൽ ആവുന്ന വെട്ടി. സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, ഇനി അച്ഛാ ചാവുന്നയാ നല്ലതെന്ന്. അതെപ്പോഴാ പറഞ്ഞെന്നറിയാം? ശരീരത്തിൽ ചൊറി കയറിയപ്പോഴാ പറഞ്ഞു. ആരും പറഞ്ഞു ഇല്ല. വസ്തു പോയപ്പോഴും വീട് പോയപ്പോഴും മക്കൾ പോയപ്പോഴും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ശരീരത്തിൽ ചൊറി കയറി, ഇനി കൊള്ളത്തില്ലെന്ന് മനസ്സിലാക്കി പറഞ്ഞു, അച്ഛാ ചാവുന്നയാന്നല്ലേ. നമ്മുടെ ചെറുതൊക്കെ കൺവെൻഷന്റെ ഭാഷ പ്രസംഗിച്ചപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ഭാഷ പേര് പറഞ്ഞു പോയി. അദ്ദേഹം പ്രസംഗം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാ ഈ ഭാര്യ എന്നാ നമുക്ക് ഒരുമിച്ച് ചാവാന്ന് പറഞ്ഞില്ല, ഒരുമിച്ച് ചാകാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ രസകരമായി തോന്നി. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഒരുമിച്ചാ നിൽക്കുന്നത്. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ എന്ത് ചെയ്തു? കൈവിട്ടു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതിസന്ധി ഒന്നും ദൈവം പറയണമെന്നില്ല. പറഞ്ഞാൽ നമ്മൾ നിൽക്കത്തില്ല, നിൽക്കുന്നവരോട് ദൈവം പറയത്തുമില്ല. യോസഫിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞു? അപ്പനും അമ്മയും നിന്നെ നമസ്കരിക്കും, സഹോദരന്മാർ നമസ്കരിക്കും, നല്ല ഒരു സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞു. പക്ഷെ 13 വർഷത്തെ കഷ്ടം ദൈവം എന്ത് ചെയ്തു? മറച്ചു വെച്ചു. ഒറ്റക്കണക്കിൽ വീഴുമെന്നോ പത്തിപേരുടെ വീട്ടിൽ പോകുമെന്നോ അല്ലോ ദൈവം പറഞ്ഞു. കാരാഗ്രഹത്തിൽ പോകുന്ന ദൈവം പറഞ്ഞു. ഇപ്പൊ ദൈവം എന്നെ വിളിച്ചിട്ട് പറയടാ, 25 വർഷം കഷ്ടമുണ്ട്, അതിന് ശേഷം ഒരു നന്മരാന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കത്തില്ല. നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല? നിൽക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് 13 വർഷത്തെ കഷ്ടം ദൈവം എന്ത് ചെയ്തു? മറച്ചു വെച്ചു. പക്ഷെ ആ 13 വർഷവും ദൈവം തമ്പുരാൻ കഷ്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഏത് വാഗ്ദത്തങ്ങളുടെ അകത്തും നിങ്ങൾ മനസ്സിലാക്കണം, പരിശോധനയുണ്ട്. പരിശോധന കഴിഞ്ഞേ നമ്മൾ കയറി വരത്തുള്ളൂ. വായിക്കാൻ 105-ാം സങ്കീർത്തനം 18-ാം വാക്യം. പരിശോധന ഉണ്ടോ നോക്കാം. പെട്ടെന്ന് വായിക്കും. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുള്ളൂ. അപ്പൊ അരുളപ്പാടിനകത്ത് എന്തുകൊണ്ട്? ശോധനയുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങി വാഗ്ദത്ത നിവൃത്തി വെളിപ്പെടുന്ന തലേന്ന് ദൈവനെ സ്വന്തമാക്കി. വാഗ്ദത്ത നിവൃത്തി വെളിപ്പെട്ട് വരുന്നത് വരെ പരിശോധനകൾ ജീവിതത്തിൽ വെളിപ്പെടാം. പക്ഷെ പരിശോധനയ്ക്കകത്ത് ദൈവം നമ്മളെ നിർത്തും. അതുകൊണ്ട് ദൈവമക്കളെ എല്ലാം ദൈവം പറഞ്ഞില്ലെങ്കിലും ആ 13 വർഷവും ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ എന്താ പറഞ്ഞാൽ, ഞാൻ ഇടിക്കാനും പണിയാനും
പൊളിക്കാൻ നല്ലൊരു പ്രവാചകനായിട്ടാണ് കണ്ടിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ചെവിക്ക് അടിയുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, അടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കലും പറഞ്ഞത്തില്ല. അടി കൊണ്ട ഉടനെ പുള്ളിയുടെ സ്വഭാവം മാറി. വായിക്കാൻ ഇരമ്യാ പ്രവചനം 20-ാം അധ്യായം 7. ചില വാക്യങ്ങൾ എനിക്ക് അറിയാവുന്നതെങ്കിലും ഒന്ന് വായിച്ചു പോകാം. ഇരമ്യാ പ്രവചനം 20-ന്റെ 7, 20-ന്റെ 1 പശൂർ പുരോഹിതൻ തന്റെ ചെവിക്കൂറ്റി കടിച്ചു. യഹോവേ നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാനങ്ങ് സമ്മതിച്ചു പോയി എന്ന് കർത്താവിനോട് അടി കൊണ്ടിട്ട് പറഞ്ഞു. കർത്താവ് നീ എന്നെ സമ്മതിപ്പിച്ചതാ, ഞാനങ്ങ് സമ്മതിച്ചു പോയി. ഇപ്പോൾ അപവാദം കേട്ട് ഞാൻ എന്ത് ചെയ്തു? മടുത്തു. പരിഹാസം കേട്ട് മടുത്തു. ഏറ്റവും കൂടുതൽ അപവാദം പറയുന്ന ഗ്രൂപ്പ് ആരാന്നറിയാം? നമ്മളെ തന്നെ. തുറന്നു സമ്മതിക്കാം, നമുക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ വീണവരെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, വാട്സപ്പിൽ ഒരു വീണവന്റെ ഫോട്ടോ വന്ന് നമ്മൾ 100 ഷെയർ ചെയ്യും. ഞാൻ നാളെ ഒരു ചെറുക്കനോട് ചോദിച്ചാൽ നീ ജയിച്ചു എന്ന് ചോദിച്ചു 10-ൽ. അവൻ ജയിച്ചെന്നും തോറ്റെന്നും പറഞ്ഞു. അവൻ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ച രാജുവും ഗ്രേസിയും തോറ്റെന്ന് എന്ന് പറഞ്ഞാൽ ഞാനും തോറ്റെന്ന് അവൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇന്ന് മകൾ തോറ്റവർ ഒരുപാട് പേര് ഈ കാണും, പക്ഷെ നമ്മൾ ജയിച്ചവരുടെ കൂടെ നിൽക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായമൊക്കെ നമ്മൾ ഇന്ന് പകൽ ചിന്തിപ്പാടയായി തീർന്നു. 11-ാം അധ്യായത്തിൽ ജയിച്ചവരുടെ ലിസ്റ്റ് മൊത്തം ദൈവം കൊണ്ടുവന്നു. പൗലോസ് എഴുത്തുകാരൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നമുക്ക് മുമ്പിൽ ഓടി ജയിച്ചവരുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതുകൊണ്ട് തോറ്റവരെ നോക്കി തോറ്റുപോകാനല്ല ഇന്ന് പകൽ ദൈവം നമ്മെ വിളിച്ചത്. ജയിച്ചു നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്, അവരെയാണ് ഇന്ന് പകൽ നോക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നോക്കി ഇന്ന് പകൽ നമ്മൾ ഓടുവാനായിട്ടിടയായി തീരണം. അതുകൊണ്ടല്ലേ പൗലോസ് 2 തിമോഥെയോസിന്റെ ലേഖനം മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് എഴുതിയപ്പോൾ താൻ തന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമുണ്ട്, ഞാൻ ഓട്ടം തികച്ചു. അങ്ങനെ പറയാനുള്ള തല്ലേട നമുക്ക് വേണം. മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ്. ശമൂവേൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മരിക്കുന്നതിന് മുമ്പ് ശമൂവേൽ ദൈവസഭയെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരുത്തന്റെ കൈക്കൂലി പിടിച്ചിട്ടില്ലെന്നു. ഒറ്റ ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി ഞാൻ ഇന്നത് ചെയ്തെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ പൗലോസിന് പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പൗലോസിന് ഇടയിൽ പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. 2 തിമോഥെയോസിന്റെ ലേഖനം മരിക്കുന്നതിനും ഒരുപാട് പേരുടെ പേരെഴുതി വെച്ചിട്ട് പറഞ്ഞു, ഇവരെല്ലാം എനിക്കെതിരായിട്ട് എന്ന് പറഞ്ഞു. ചെമ്പ് വിളിക്കാൻ അലക്സാണ്ടർ എനിക്ക് ദോഷം ചെയ്തു. ഹുമനയോസ്, ഫിലേത്തോസ് അർബുദ വ്യാധി പരത്തുന്ന വാക്കുകൾ എനിക്കെതിരെ പ്രയോഗിച്ചു. ഒത്തിരി പേരുടെ പേര് താൻ പറഞ്ഞു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. അനേകരുടെ വിശ്വാസക്കപ്പോൾ തകർന്നു പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. പക്ഷെ ഞാൻ ഇടറാതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. 12 ഇങ്ങനെ വഹിക്കുന്നത് ഞാൻ ആരെയാണ് വിശ്വസിച്ചിറങ്ങിയത്, ആ ഒരു വെളിപ്പാടിന്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടെങ്കിലും ഇരമ്യാ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ 11-ാം വാക്യം, എങ്കിലും യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോടുകൂടെ. അതുകൊണ്ട് അപാധം ഉണ്ടെങ്കിലും പരിഹാസം ഉണ്ടെങ്കിലും നിന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, വിളിച്ച ദൈവം കൂടെ. വിളിച്ച ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിയുടെ പിന്നിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും മറിയക്കറിയാമെങ്കിലും മറിയ ഒരു ചോദ്യം ദൂതനോട് ചോദിച്ചു, ഇത് എങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിപ്പാനിടയായിത്തീരും. അതിന് ദൂതൻ പറഞ്ഞ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒരു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ. ഇന്ന് പകൽ നിങ്ങൾ ചോദിക്കേണ്ട വിഷയം ഭയങ്കരമാ, മനുഷ്യന് പരിഹരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒരു കേസുമില്ല. നമുക്ക് വേണ്ടി എവിടെയൊക്കെ സംസാരിക്കണോ എല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കും. എന്റെ മോന്റെ ഡിഗ്രി ഇപ്പം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയുടെ ഒരു അഡ്മിഷന് വേണ്ടി അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് ചെന്നപ്പോൾ അവിടുത്തെ എന്റെ വൈഫ് മോനോടാണ് പോയത്. അച്ഛൻ പറഞ്ഞു 1.5 ലക്ഷം രൂപയാവെന്ന് പറഞ്ഞു മാനേജ്മെന്റ് സീറ്റ്. +2 CBC ആയിരുന്നു, മാർക്ക് അല്പം കുറവായിരുന്നു. ഞങ്ങളുടെ 1.5 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട് വൈഫ് തിരിച്ചു പോരുന്നു. ഞങ്ങൾ വേറെ 6 കോളേജിൽ പോയി. 6 കോളേജിലും 1.5 ലക്ഷം രൂപ വേണമെന്ന്. ഞാൻ വൈഫിനോട് പറഞ്ഞു, അഞ്ചൽ കോളേജിൽ തന്നെ ചെന്നിട്ട് അച്ഛനോട് പറ, പാസ്റ്റാണെന്ന് പറ, ചിലപ്പോൾ ഇച്ചിരി കുറച്ചിരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പാസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, 1 ലക്ഷം രൂപ കാരണം അതും ചൊവ്വാഴ്ച കൊണ്ട് തരുമെന്ന്. അന്ന് 1 ലക്ഷം രൂപ റെഡിയായില്ല, 80 റെഡിയായി. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 80 കൊടുത്തിട്ട് 20 പിന്നെ കൊടുക്കാമെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ 30,000 രൂപ തിരിച്ചു വന്നിട്ട് പറഞ്ഞു 50,000 രൂപ മതിയെന്ന്. 3 വർഷത്തെ ഫീസും വേണമെന്ന് പറഞ്ഞു. അടുത്ത അദ്ദേഹം പറഞ്ഞതാണ് എന്നെ ചിന്തിപ്പിച്ചത്. സിസ്റ്റർ എവിനുമായി കോളേജിൽ വരുമ്പോഴേ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഏത് കോളേജിൽ പോയാലും ഈ കോളേജിൽ കിട്ടും. ഞങ്ങൾ 6 കോളേജിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റിൽ എടുത്ത തീരുമാനം ഈ കോളേജിലാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ സകല വിഷയത്തിലും ദൈവം ഉത്തരവാദിയും അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കുന്നത് വരെ നമുക്ക് ടെൻഷനാണ്. ഞങ്ങൾ ആ ഒരാഴ്ച അനുഭവിച്ച ടെൻഷൻ എന്തോ വലിയ ടെൻഷനാണ്. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. നമ്മൾ 25 വർഷത്തേനുള്ള ഇപ്പോഴേ പ്രാർത്ഥിക്കുന്ന ടെൻഷൻ മൊത്തം. ജനിച്ച കുഞ്ഞിനെ കെട്ടിക്കാൻ വേണ്ടി പൈസ തരണേ ഇന്നേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാൻ ഇന്നലെയും ഇന്നും ഇന്നലെ നടത്തിയ ദൈവം, ഇന്ന് നടത്തിയ ദൈവം നാളെയും നടത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാളെയെ കുറിച്ച് ഞാൻ പറയുന്നു, ഒരു ടെൻഷനും വേണ്ട. നാളത്തെ വിഷയത്തിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ സംസാരിക്കണമോ അവിടെയെല്ലാം സംസാരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന എന്താ കാക്കക്കുഞ്ഞെന്ന് പറഞ്ഞു. നമ്മുടെ തെങ്ങിന്റെ മണ്ടയിൽ ഒരു കാക്ക കൂടി വെച്ചു, 5 കാക്കക്കുഞ്ഞുണ്ട്. ഒരു കാക്കക്കുഞ്ഞ് വഴിതെറ്റി തറയിൽ വീണു. തള്ളക്കാക്ക കണ്ടില്ല, പക്ഷെ നമ്മൾ കണ്ടു. നമ്മൾ കണ്ടാൽ ഉടനെ നമ്മുടെ പിള്ളേരെ കണ്ടാൽ അന്നേരം ഇവനെ എറിഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു തത്തമ്മയോ മൈനയോ പച്ചക്കിളിയോ അണ്ണാനോ നമ്മൾ കൊണ്ടുവച്ചു ഇല്ല, അതിനെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് പാൽ കൊടുത്ത് വളർത്തും. ഇവിടെ അണ്ണാനും മൈനയ്ക്കും പച്ചക്കിളിക്കും പ്രശ്നമില്ല, പക്ഷെ കാക്കയ്ക്ക് പ്രശ്നമാണ്. പക്ഷെ അവിടെ അതിനെ ദൈവം അന്തരീക്ഷത്തിൽ ആഹാര ക്രമീകരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എത്ര അതല്ല. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ സേവിക്കുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒരു കേസുമില്ല. അതുകൊണ്ടാണ് സെരൂബാബേലിനോട് പറഞ്ഞത്, സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത് എന്റെ ആത്മാവിന് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ദൂതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. BC 536 ബാബേൽ പ്രവാസത്തിൽ നിന്ന് കോരശിന്റെ വിളംബരപ്രകാരം ആലയപ്പണിക്ക് വേണ്ടി അതേ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കടന്നു വന്ന് BC 535 ആലയത്തിന് പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ യഹൂദന്മാരുടെ ശത്രുക്കൾ കാര്യസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് പണി എന്ത് ചെയ്തു? മുടക്കി. 15 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പണിയെ നോക്കി പ്രവാചകൻ പറഞ്ഞു, സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത് ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഇത് പറയുമ്പോൾ സെരൂബാബേൽ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അകത്ത് തൂക്കട്ടയിൽ കൊണ്ട് പുള്ളി തൂക്കട്ടയും എടുത്തോണ്ട് വന്ന് പണിയാൻ വേണ്ടി. ഉടനെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എനിക്ക് സെരൂബാബേലിനെ ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ കയ്യിലിരിക്കുന്ന തൂക്കട്ട കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ 15 വർഷം നടക്കാത്ത പണി നടക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പണിയാൻ തയ്യാറാണ്. ഇന്ന് പകൽ ഇതുവരെ നടക്കാത്ത കേസ് നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിടെയാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു തരാനിടയായി തീരണം. ഇത്രയും വിശ്വാസം ഞങ്ങൾക്ക് പോരാ. യേശുവിനെ ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം. അത് ഒന്ന് പരിശുദ്ധാത്മാവിന് കഴിയും. രണ്ടാമത് അവൾക്ക് കൊടുത്ത ഉറപ്പ് ഇങ്ങനെയാണ്, നിന്റെ ചർച്ചയിൽപ്പെട്ട എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അവൾക്ക് മറുപടി കൊടുത്തെങ്കിൽ നിനക്ക് ബന്ധപ്പെട്ട് മറുപടി കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന് പറയാനുള്ള രണ്ടാമത്തെ സന്ദേശം, ഒന്ന് പരിശുദ്ധാത്മാവിന് കഴിയും. 2, ഈ ആലയത്തിൽ മുമ്പേ കടന്നു വന്ന് പ്രാർത്ഥിച്ച സകല വിശുദ്ധന്മാരുടെയും വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങളുടെ വിഷയത്തിലും അത്ഭുതം ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ച, ദൈവം UK-യിലോ അമേരിക്കയിലോ നടന്ന ഒരു കേസ് ഈ മറിയോട് പറഞ്ഞാൽ അവർക്ക് അത്രയും വിശ്വാസം വരത്തില്ല. അതുകൊണ്ട് അവളോട് പറഞ്ഞു, നിന്റെ ചർച്ചയിൽപ്പെട്ട് നിനക്കറിയാമെന്ന് നീയും കൂടെ പ്രാർത്ഥിക്കുന്ന അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത്ഭുതം ചെയ്യും. മൂന്നാമത് വേറെ ഉറപ്പുകൂടെ കൊടുത്തു, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് കഴിയാത്ത ദൈവം നമ്മളെല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചാൽ മതി. തെളിവ് ഞാൻ തന്നെ, കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിലേക്ക് ദൈവം വിട്ട ആരെയാ? പത്രോസിനെ. പത്രോസ് പ്രസംഗിച്ചാൽ കൊർന്നേലിയോസ് രക്ഷിക്കപ്പെടുമെന്ന് സ്നാനപ്പെടുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് പത്രോസിനെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ വിട്ടു. ഷണ്ണൻ വായിക്കുന്ന വചനഭാഗം ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചാൽ ഷണ്ണൻ സ്നാനപ്പെടുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഷണ്ണന്റെ അടുത്ത ദൈവം ആരെ വിട്ടു? ഫിലിപ്പോസിന്റെ അടുത്ത ദൈവം ആരെ വിട്ടു? ഷണ്ണന്റെ അടുത്ത ദൈവം ഫിലിപ്പോസിനെ വിട്ടു. 3, ഡമസ്കോസിൽ ശൗലിനെ പിടിക്കാൻ പറ്റും. നമ്മൾ ആര് വിചാരിച്ചാലും പറ്റും. പക്ഷെ അവിടെ ദൈവം ഡയറക്റ്റ് ഇറങ്ങി കണ്ണിൽ മർമ്മസ്ഥാനത്ത് കിട്ടും. അവിടെ ഒരു ഓവർസീനും ഒരു സെൻട്രൽ മാർഷൽ സൂചന പറഞ്ഞാൽ ശബരി വിശ്വാസം ഇല്ല. പക്ഷെ അവിടെ ദൈവം ഇടപെട്ടു. ഇന്നാളെ വെച്ചാൽ എന്നോട് പറഞ്ഞാൽ സെക്രട്ടറി കഴിക്കും, പാസ്റ്റർ കഴിക്കും ഒതുങ്ങാത്താണെന്ന്. ഏതാ നിങ്ങളുടെ ഇവിടെ അല്ല, നാട്ടിൽ അങ്ങനെയൊക്കെയാ പറഞ്ഞത്. അല്ലല്ല, 6 കഴിക്കും ഒതുങ്ങാത്ത പുള്ളിയുണ്ട്. പക്ഷെ അവരെല്ലാം ദൈവം തമ്മിലാണ് കൊടുക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത ഒറ്റ കേസും ഇല്ല. ഹല്ലേലൂയ. ഒരു അമ്മാമ എന്നോട് പറഞ്ഞു, അച്ഛൻ ഭയങ്കര ക്രൂരനാ, രക്ഷിക്കപ്പെടാൻ ഭയങ്കര പാടാ. ഞാൻ പറഞ്ഞു, ശൗലിനെ ദമസ്കോസിൽ ഒതുക്കിയെങ്കിൽ ദൈവത്തിന് കഴിയാത്ത വല്ല കേസും ഉണ്ടോ? ഒരു കേസും ഇല്ല. ഹല്ലേലൂയ. ഞാന് അസാധ്യമായ സ്ഥലത്ത് നിന്നാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. 1996 3.25 ലക്ഷം രൂപ കടമായി മാനസികമായി തകർന്ന വ്യക്തിയാണ് ഞാൻ. പെന്തക്കോസ്തിലാണ് ജനിച്ചത്. പക്ഷെ സുവിശേഷ വേലയും പെന്തക്കോസ്തിന്റെ ആരാധനയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പിന്മാറ്റ അനുഭവത്തിലേക്ക് പോയി. 3 വർഷം പിന്മാറിപ്പോയി. ഞാൻ അച്ഛനോട് പറഞ്ഞ ഫോട്ടോയൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷ, റബ്ബർ ബിസിനസ്, എല്ലാ പരിപാടിയും ഉണ്ട്. 96 മൊത്തം ദൈവം നമ്പുരാൻ പൂട്ടിച്ചു. 3.25 ലക്ഷം രൂപ കടമായി ആയുഷ് ഷാരോൺ ചർച്ച് നടക്കുന്ന ഒരു ഗുണപ്രാർത്ഥനയിൽ വിഷമിച്ച് ഏറ്റവും പുറകിലിരിക്കുമ്പോൾ അന്ന് രാത്രി പ്രസംഗിച്ച ദൈവദാസന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്ന് രാത്രി പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ തയ്യാറായാൽ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ തയ്യാറായാൽ 97 ജൂൺ 30 എല്ലാ കടത്തിൽ നിന്നും ദൈവം വിളിക്കുന്നു. അവിടെ 1 ലക്ഷം കടമെന്നവൻ തൂങ്ങി. അടുത്ത ആൾക്കാർ മൊത്തം പറഞ്ഞു, ഞാൻ തൂങ്ങിച്ചാവെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തൂങ്ങാന്നതിന്റെ കാരണം ഞാൻ ബന്ധക്കോസ് ജനിച്ചോണ്ടാ തൂങ്ങാൻ. കാരണം ഭാഷന്മാർ പ്രസംഗിച്ച പതിനായിരം ഉള്ളിലുണ്ടായിരുന്നു തൂങ്ങിച്ചെത്താൻ നരകത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇന്നത്തെ ബന്ധക്കോസുകാർക്ക് ഒരു പേടിയില്ല തൂങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു, ഏത് വിഷയം വന്നാലും തൂങ്ങരുത്. സകല വിഷയത്തിനും പരിഹാരം തരാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇത്രയും നാള് ദൈവസേനയിൽ ജീവിച്ചിട്ട് തൂങ്ങിച്ചെത്താൻ നരകത്തിലേ പോകത്തുള്ളൂ. 25 വർഷം മസ്കറ്റ് ജോലി ചെയ്ത് അച്ഛൻ നാട്ടിൽ വന്നു. ഭയങ്കര സെറ്റപ്പ്, ഓരോരുത്തരും കുഴപ്പമില്ല. ഭാര്യ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇരുന്നാ പറഞ്ഞാൽ അടുത്ത ആഴ്ച ജോലിക്ക് പോകണമെന്ന്. ഒറ്റ മോളയോട് ഇഷ്ടംപോലെ സെറ്റപ്പ്, 2 നില വീട്, എല്ലാ സൗകര്യവും. അച്ഛൻ എന്ത് ചെയ്യുന്നറിയുമോ? ആ ഞായറാഴ്ച തൂങ്ങിച്ചെത്തും.
ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ദൈവം നൽകിയ ജീവനെ എന്ത് ചെയ്യരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സകല വിഷയത്തിനും പരിഹാരം തരാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. അതുകൊണ്ട് വേദോത്സവം പറയുന്നത് ഒരുപാട് സമ്പത്തിലല്ല സമാധാനം എന്ന് പറയുന്നത്, നല്ല ഭാര്യ നല്ല പിള്ളേര് സമാധാനം. 128 സങ്കീർത്തനം പറയുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവഴി. അപ്പൊ ചെറിയനായാലും നമ്മളിങ്ങനെ പലയിടത്ത് പോകുമ്പോൾ നമുക്ക് ജീവിതം ഇടപാട് തീരുന്നു. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു എന്ന് പറഞ്ഞാൽ എന്താ, ഏത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതാ ഒരു. നോഹയുടെ കാലത്ത് സകല മഴയും പെയ്ത് ഇത്രയും ദിവസം മഴ പെയ്തിട്ടും നോഹ പെട്ടകത്തിൽ നിന്നൊരു പ്രാവിനെ ഇറക്കി വിട്ടപ്പോൾ അതിന്റെ വായിൽ എന്തുണ്ടായിരുന്നു? ഒരുവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരുവെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നവരാ. ചെറുപ്പക്കാരൻ ഒരു കാര്യം ഓർത്തോണം, ഏത് പ്രതിസന്ധിയും നിങ്ങൾ എന്ത് ചെയ്യണം? അതിജീവിക്കുന്നവരായിരിക്കണം. അതും ജീവിതത്തിന്റെ ഭാഗ്യമാണ്. 127 സങ്കീർത്തനം പറയുന്നു, തന്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു. ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നല്ല, അത് തെറ്റാ. തമിഴും ഇംഗ്ലീഷും ഹിന്ദിയല്ല, ഉറക്കം കൊടുക്കുന്നു എന്ന് വെച്ചാൽ സഭായത്തിന് നമ്മൾ നോക്കിക്കളയും. ഉറക്കം എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്കറിയാൻ എത്ര പേര് ഉറക്കം വിളി കഴിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഉറങ്ങുന്നില്ല. അപ്പൊ ഉറക്കം, നല്ല ഭാര്യ, നല്ല പിള്ളേർ, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗ്യം. 50 ലക്ഷം രൂപ ജീവിതത്തിൽ അതേ നമ്മുടെ അക്കൗണ്ടിലുണ്ട്, പക്ഷെ സമാധാനമില്ലെങ്കിൽ പോയി. അതാ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് പോകുന്നത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനം. അതുകൊണ്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞു, ദേവദാസിന് 45 സെന്റ് വസ്തു 3000 രൂപ മാത്രമേ സെന്റിന് വിലയുള്ളൂ. അച്ഛൻ അറിയാം ആ വസ്തുവിന്റെ ഏരിയ. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, 3 കൂടുതൽ അവിടെ കിട്ടത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, തീരുമാനം ശക്തമാണെങ്കിൽ അത് ഭയങ്കര വിലയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു. 97 ജൂൺ മാസം 23-ാം തീയതി 6,35,000 വസ്തു കൊടുത്തു. 3.25 ലക്ഷം രൂപ കടം തീർത്തു. 2.25 ലക്ഷം രൂപയ്ക്ക് ആയൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വരുന്ന കമ്പംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല 2 നില കെട്ടിടം പിടിച്ച് ഞാൻ തീരുമാനം മാറ്റി. പിന്നെ മീറ്റിങ്ങിനും സഭായോഗത്തിനും പോയില്ല, സൂചിയായിട്ട് വലിക്കും പോയില്ല. നമ്മൾ ഇതുപോലെ വിസ അടിച്ചാൽ പിന്നെ മീറ്റിംഗിൽ എടുത്തില്ല. വിസ അടിക്കുന്നതിന്റെ തലേന്ന് വരെ നമ്മൾ പാസ്റ്ററെ വിളിച്ച് പറയും, ദേവദാസനെ വിസ അടിക്കാൻ പ്രാർത്ഥിക്കണം, നേഴ്സുമാർ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇതിന്റെ കംപ്ലീറ്റ് ഓവർടൈമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്കനുസരിച്ച് ദൈവത്തോട് നമ്മൾ ആരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം എന്ന് മനസ്സിലാക്കണം. ജയലളിത ആദ്യം തോറ്റ് 2ാം പ്രാവശ്യം ജയിക്കാൻ വേണ്ടി പേപ്പറിനകത്തുണ്ടായിരുന്നു, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ തന്റെ ഇടത്തെ കൈയുടെ 2 വിരൽ കുറിച്ച് അമ്പലത്തിൽ കൊണ്ടുവച്ചു. ഈ ലോകത്തിലെ നേതാവിനോട് ഇത്രയും സ്നേഹം ഒരു അണിക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് എത്രയും സ്നേഹമുണ്ട്. ഇവിടെ നേതാക്കന്മാരൊക്കെ വിളിക്കുന്ന കേട്ടിട്ട്, ചങ്കയെ കരളെന്നൊക്കെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ? നമ്മുടെ KCM വെച്ച് പാടി 82-ാമത്തെ വയസ്സിൽ ദൈവം എന്റെ ചങ്കാണ്, ദൈവം എന്റെ ജീവനാണ്. ദൈവമായിരിക്കണം നമ്മുടെ ചങ്ക്. ദൈവം നമുക്ക് തന്ന നന്മകൾക്കനുസരിച്ച് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. 10 മണിക്ക് ആരാധന എന്ന് പറഞ്ഞാൽ തലേന്ന് ഒരു പാസ്റ്റ് വിളിക്കേണ്ട, ദൈവത്തോട് നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് വരും. അവിടെയാണ് ഇന്ന് മുതൽ വായിച്ച വാക്യം നമ്മൾ കേട്ടു, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് അവിടെ എഴുത്തുകാരൻ പറയാൻ കാരണം അവർക്ക് ഒത്തിരി പരാതി ഉണ്ടായിരുന്നു, ഓട്ടക്കളത്തിൽ നിന്ന് പിന്മാറിപ്പോകാൻ. അതിലെ ഒരു പരാതി വിശുദ്ധ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുമായിരുന്നു. എല്ലാവരും ഇല്ല, ചിലർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിനകത്തും ദൈവത്തോടും നമുക്ക് ആഴമായ സ്നേഹം ഉണ്ടായിരിക്കണം. ശൂലേങ്കാരത്തിയെ ശലോമോന്റെ കൊട്ടാരം മുഴുവൻ കൊണ്ട് കാണിച്ചു, എല്ലാ സാഹചര്യം കാണിച്ചു. അവൾ വീണില്ല. ഒടുവിൽ അവളോട് ചോദിച്ചു, നീ എന്താ വീഴാത്തത്? ഇതിനേക്കാൾ വലിയ ചെറുപ്പക്കാരൻ നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, കാട്ടുമരങ്ങളുടെ ഇടയിൽ നാരകമാണ് ഞാൻ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ. അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ സ്നേഹിക്കുന്നവൻ ആരാന്നറിയാൻ വെണ്മയും ചുവപ്പുമുള്ളവനാ, 14,000 ശ്രേഷ്ഠനാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആഴത്തിനോ ഉയരത്തിനോ കഷ്ടതയ്ക്കോ സങ്കടത്തിനോ യാതൊന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ മനസ്സിലാക്കുന്നു, യേശുവിനെ അറിഞ്ഞതും ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചതും ജീവിതത്തിന്റെ ഭാഗ്യമായി ഞാൻ അതിനുശേഷം സഭായോഗത്തിനോ സുവിശേഷത്തിലേക്കോ പോകാതെ പത്തനംതിട്ടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ആയൂരിൽ നിന്ന് ചെങ്ങര വരെയുള്ള പത്തനംതിട്ട കൊന്നമൂട് റസാക്കിന് മർഹി എന്ന് പറയുന്ന 6 ബസ്സുണ്ട്. അതിൽ ആയൂരിൽ നിന്നൊരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെങ്ങര വരെ. അതിനകത്ത് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലിക്ക് കയറി. പിന്നെ ഒരു സഭായോഗത്തിനും പോയിട്ടില്ല, സുവിശേഷത്തിലേക്കും പോയില്ല. 6 മാസത്തോളം ആയപ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞു. സഭയിലല്ലെങ്കിലും കാശന്മാർ കല്യാണം നടത്തും. അതുകൊണ്ട് പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പോൾ കൂട്ടിച്ചേ കെട്ടിക്കാം. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വിശ്വാസത്തിലായിരിക്കും, ചെറുക്കൻ വിശ്വാസത്തിലല്ല. പക്ഷെ അവന്റെ കല്യാണം വന്നാൽ ഭാഷ നടത്തിയേ പറ്റൂ, കാരണം വേറെ സഭയെ കൊണ്ട് വെച്ച് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആലോചിച്ച് നടത്താം. 6 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് എന്റെ ഫാദർ മരിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ആയുഷ് ആരോഗ്യത്തിൽ 21 ഫാസ്റ്റിംഗ് നടക്കുന്നു. വൈഫ് എന്നോട് പറഞ്ഞ് മീറ്റിങ്ങിന് പോകണം. കല്യാണം കഴിച്ച് ആദ്യ സമയമായിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയും വിചാരിച്ച് ഞാൻ മീറ്റിങ്ങിനായിട്ട് ചെന്നു. മീറ്റിംഗ് തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രവാചകൻ പറഞ്ഞു, നീ തീരുമാനം തെറ്റിച്ച് യാത്ര ചെയ്യുന്നവൻ അടുത്ത ദൂത് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഓടുന്ന വണ്ടിയും കൊട്ടും കൊടുത്തേക്കുന്ന പൈസയും പോകുന്നു പറഞ്ഞു. പക്ഷെ ആ ദൂത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കത് എല്ലാ പ്രസംഗവും എല്ലാ ദൂതും ഇഷ്ടപ്പെടത്തില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നെ മുതലാളിക്ക് 6 വണ്ടിയുള്ള മർബി എന്ന് പറയുന്ന കൊന്നമൂട് റസാഖ് ഒരിക്കലും പൊട്ടത്തില്ലെന്നുള്ള ചിന്ത എന്റെ അകത്ത് വന്ന് പറയട്ടെ, ഞാൻ 2ാമത് പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പോയിരുന്നില്ല.
അടുത്ത 3 മാസത്തിനകത്ത് കുന്നമ്മൂട് റസാഖ് 35 ലക്ഷം രൂപ കടമായി നാട് വിട്ടുപോയി. കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഗോവയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗോവക്കാർ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച പോയി. ഇത്രയും നാൾ പോയി വിളിച്ചു പാർക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം നമ്പരാൻ നമ്മളെ പൊട്ടിക്കും. അതുകൊണ്ട് ആ വേദപുസ്തകത്തിലെ ഭാഷയെ പറയുന്ന ചെറിയ വേലി ആദ്യം കെട്ടും, വേലിക്കകത്ത് നിന്നില്ലെങ്കിൽ മതില് കെട്ടും. വേലി വരുമ്പോഴേ ഓർത്തോണം ദൈവത്തിന് എന്നെ കുറിച്ച് എന്തുണ്ട്, പദ്ധതിയുണ്ട്. അതിനുശേഷമാണ് ഞാൻ മണക്കാലിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന് ഒരു കാര്യം എന്തല്ല അസാധ്യമല്ല. ഇനി ദൈവം എഴുതിയ നിയമം പോലും നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി ദൈവം നമ്പരാൻ തിരുത്തും. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, സലേഹാബാദ് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. അവർ മരുഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന വഴി മരുഭൂമിയിൽ വെച്ച് അപ്പനങ്ങ് മരിച്ചു. ഇപ്പൊ ന്യായപ്രമാണത്തിനൊരു നിയമമുണ്ട്, അപ്പൻ മരിച്ചാൽ മകൾക്ക് അവകാശമില്ല, മകനെ അവകാശമുണ്ട്. ഇവർ 5 പെൺപിള്ളേർ. ഇവർ 5 പേരും കൂടെ കൂടി ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? അവകാശം വിഭാഗിക്കുന്ന മാനദണ്ഡം ഇരിക്കുന്ന ദൈവത്തിന്റെ കരുത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് മോശയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ വിഷയം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. അവർ ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് പിണറായി നമ്മുടെ IPC കൺവെൻഷൻ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരിക്കണമെന്ന്. ഇതാണ് കർത്താവും പറഞ്ഞത്. 11 ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് നമ്മൾ രണ്ടും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെ ഒന്നാക്കി നിർത്തണം. ഏമാർ ഇറങ്ങാൻ പോയി. അതുകൊണ്ട് നമ്മൾ ഇടയരുത്, നമ്മൾ ഒന്നായിട്ട് അത് രാഷ്ട്രീയക്കാരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒന്നായി നിന്നാൽ നടക്കാത്ത ഒറ്റ കേസുമില്ല. കുടുംബമായാലും സഭയായാലും ഇടർച്ച വന്നാൽ പോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കർത്താവേ ഇവർ ഐക്യതയിൽ തികഞ്ഞവരായി നിൽക്കണം. യേശു ആവർത്തിച്ച് മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവർ തികഞ്ഞവരായി നിൽക്കാൻ സഹായിക്കണം. അങ്ങനെ മോശയുടെ അടുത്ത് ഈ സഹോദരിമാരി എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പക്ഷെ അപ്പനെ കുറിച്ചൊരു സാക്ഷ്യം പറഞ്ഞു. എന്താ? കോരക, അബീരാം, ദാദാൻ എന്നിവർ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എതിരെ മത്സരിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അപ്പൻ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ സഭയിലെ വഴക്കാടി അല്ലെന്നാവും. വഴക്കുണ്ടാക്കിയ ദിവസത്തിൽ ചെന്നച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആ സഭയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. നമ്മുടെ കാലഘട്ടത്തിൽ കുഴപ്പം വരത്തില്ല, പക്ഷെ തലമുറയുടെ കാലഘട്ടത്തിൽ ദൈവം വരും. അതുകൊണ്ട് മോശയുടെ കൈക്ക് കൈത്താങ്ങിൽ കൊടുത്ത ഹൂരിന്റെ കൊച്ചുമോനെ ദൈവം ആദരിച്ച് സപ്പോർട്ട് ചെയ്താൽ ദൈവസന്നിധിയിൽ ആദരിക്കും. തലമുറയുടെ കാലഘട്ടം വരുമ്പോൾ പ്രത്യേക പരിഗണന ദൈവം കൊടുക്കും. വേണമെങ്കിൽ ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. പുറപ്പാട് 31-ന്റെ 1. ലബീദീമിൽ മോശയുടെ കൈക്ക് കൈത്താങ്ങിൽ കൊടുത്ത 2 വ്യക്തിയാണ് ഹൂര് മകരോട്. 31-ന്റെ 1. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേര് വിളിച്ചിരിക്കുന്നു. ആരുടെ കൊച്ചുമോനാ? ഊരിന്റെ കൊച്ചുമോന. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിന്നാൽ സകല നന്മകളും നമ്മുടെ തലമുറയുടെ മേൽ ദൈവം ചെയ്യും. വഴിതെറ്റി പോയാൽ പോലും ദൈവം വിടത്തില്ല. യാക്കോബ് ലൂസിൽ വഴിതെറ്റി കിടക്കുമ്പോൾ യാക്കോബിന്റെ എടുത്ത് വന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ അപ്പനെയും വല്ലിപ്പനെയും എനിക്ക് മറക്കാൻ എന്നോട് പറഞ്ഞ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവമാ. യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നത് നമ്മളോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മളോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വഴിതെറ്റി പോയാൽ പോലും ദൈവം തമ്പുരാൻ വിടത്തില്ല. ദൈവം അവരെ അന്വേഷിച്ച് ചെല്ലും. അതിന്റെ കാരണം അപ്പന്മാരോടുള്ള നീതി ദൈവം ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് എബ്രായ ലേഖനം പറയുന്നു, തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കലും നീതിയുള്ളവരാണ്. പക്ഷെ നമ്മുടെ സ്നേഹം ആരോടായിരിക്കണം? നാമത്തോടായിരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ദേവദാസന്മാരോട് ഭയങ്കര സ്നേഹം. ആദ്യം ഈ സ്നേഹം കുറഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ദശാംശം കെട്ടി. നാമത്തോടാണെങ്കിൽ കെട്ടി ചെയ്യൂ. എന്റെ 150 അങ്ങനെ ഒരിക്കൽ കെട്ടി 2007 മാമ എന്നോട് വേണമെങ്കിൽ അന്ന് 2 ആഴ്ചത്തെ സാധനം മേടിക്കാനുള്ള പൈസ ഉണ്ട്. അല്ലല്ല, ഞാൻ വളരെ വിഷമിച്ചു. കാരണം 2007 150 2 ആഴ്ച സാധനം മേടിക്കാനുള്ള പൈസ ഉണ്ട്. ഞാൻ സെവന്തര സ്കൂളിലാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഞാൻ ഫീസ് അടയ്ക്കാനായിട്ട് ചെയ്യുന്നപ്പോൾ പുതിയ പ്രിൻസിപ്പളാണ് സെവന്തരക്കാരൻ. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററാണ് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥലം മാറി വന്ന് ഒരാഴ്ചയായോട് ആദ്യം പരിചയപ്പെടുന്ന പാസ്റ്റർ ഞാൻ വീട്ടിൽ വിളിച്ച് പോകുന്നത് വരെ പ്രാർത്ഥിക്കും. പാസ്റ്ററിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാനും വൈകൂടെ പിറ്റേയാഴ്ച ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇറങ്ങാൻ നേരം അദ്ദേഹം ഒരു കൈമുടക്ക് വന്നു. അപ്പൊ ഞാൻ ആദ്യം സൗന്ദര്യക്കാരനോട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഞാനിത് കൊടുക്കുന്നത് ഏത് സ്ഥലത്ത് ചെന്നല്ല ഭാഷ മേടിച്ച് വിട്ടു. ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് നോക്കിയിട്ട് 250. പിറ്റേയാഴ്ച ഞാൻ സഭയെ പറഞ്ഞു, അമ്മാവ 150 മുടക്കിയതിനായി സ്വന്തം 250 കിട്ടിയത്. അങ്ങനെ പിന്നെ അമ്മാവ 150 കൂടി ചെന്നപ്പോ നാണു. ആര് മുടക്കിയാലും ദൈവം നമ്പുരാൻ എന്ത് ചെയ്യത്തില്ല, ഒന്നും മുടക്കത്തില്ല. നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കലും ആരല്ല. ചിലടത്ത് നമ്മൾ മനസ്സിലാക്കണം, അവർ ഭയങ്കര അന്യഭാഷ ആരാധനയും പ്രവചനവും എല്ലാം ഉണ്ട്. പക്ഷെ ദൈവനാമത്തിന് വേണ്ടി ഒരു ജോലി കൊടുക്കത്തില്ല. ഈ കൊരിന്ത്യ സഭയ്ക്ക് എങ്ങനെ പ്രത്യേകതയുണ്ട്? കൊരിന്ത്യ സഭ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല സഭ ലോകത്തിലില്ല. പക്ഷെ ധർമ്മകാര്യം വന്നാൽ 1 മണിക്ക് സഭയിൽ നിർത്തുന്നെങ്കിൽ അവർ 12:30 ചെലവിട്ടു. അതുകൊണ്ട് പൗലോസ് 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾ വചനത്തിൽ, പരിജ്ഞാനത്തിൽ, പൂർണ്ണ ജാഗ്രതയിൽ, വിശ്വാസത്തിൽ, ഞങ്ങളോടുള്ള സ്നേഹത്തിൽ ഇവ എല്ലാറ്റിലും നിങ്ങൾക്ക് വർധനമാണ്. പക്ഷെ ധർമ്മകാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം?
മുന്തി വരണം. എന്താ വചനം പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരാഴ്ച ഒരു ചർച്ചിൽ പോയി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ഷൂ പാസ്റ്റർക്ക് 1 മണിക്കൂർ സമയം കൊടുക്കണം, അതുകൊണ്ട് ഇന്ന് ആരും പാട്ട് പാടി സാക്ഷ്യം പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കി വന്ന് 8 പേര് വന്നു. മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ ഭാഷനോട് പറഞ്ഞു, ഒരിക്കലും പാടാത്ത അമ്മച്ചി വരെ അന്ന് പാടിയെന്ന് പറഞ്ഞു. 20 മിനിറ്റ് ആയി കിട്ടിയത്. അത് പരിജ്ഞാനക്കേടാ. പക്ഷെ കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഏത് വാക്യം എവിടെ കിടക്കുന്നു പറഞ്ഞാൽ അവർ പറയും. ദൈവദാസന്മാർ ഭയങ്കര സ്നേഹമാണ്, പൂർണ്ണ ജാഗ്രത, എല്ലാത്തിനും അവർ മുൻപന്തിയില്ല. പക്ഷെ ധർമ്മകാര്യത്തിൽ അവർ പുറകിൽ. അപ്പൊ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിനും നമ്മൾ മുൻപന്തിയിലായിരിക്കണം. നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ ദൈവം ഒരിക്കലും അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് മോശ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ദൈവം എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് വായിക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാം. സംഖ്യാപുസ്തകം 27-7-8 വാക്യങ്ങൾ. പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അടുത്തത്, ഇനി നിയമം മൊത്തം തിരുത്താൻ പോവുകയാണ്. അപ്പൊ ഇവർക്ക് അവകാശം കൊടുക്കുക മാത്രമല്ല, ഇനി ജനിക്കാൻ പോകുന്ന തലമുറക്കൂടെ ഗുണം വരത്തക്ക വണ്ണം പ്രമാണത്തെ ദൈവം തമ്പുരാൻ തിരുത്തി. ഇനി ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം ആർക്ക് കൊടുക്കണം? അവന്റെ മകൾക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തെ തിരുത്താൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞു, സൗദിയിൽ അരാംകോയ്ക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു, അതൊരു നേഴ്സ് വിചാരിച്ചപ്പോൾ തിരുത്തപ്പെട്ടു. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്താൽ തിരുത്തപ്പെടാത്ത ഒറ്റ നിയമങ്ങളുമില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ ഒരു കമ്പനിയുടെ നിയമത്തെ ഇക്കാമടിക്കുന്ന ഏത് വിഷയമാകട്ടെ, ഏത് നിയമത്തെ തിരുത്താൻ ദൈവത്തിന് കഴിയും. ഒരു വ്യക്തിക്ക് വേണ്ടി പോലും ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, നിയമങ്ങളെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി തന്റെ ഹല്ലേലൂയ സെലേഹാബാദ് എന്ന് പറയുന്ന കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കൂടെ ഗുണം വരത്തക്കവണ്ണം ദൈവം തമ്പുരാൻ തിരുത്തിയെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, നമുക്ക് വേണ്ടി ഏത് നിയമത്തെയും തിരുത്തി എഴുതുവാൻ കഴിവുള്ളവൻ ദൈവത്തെയാ ഇന്ന് പകൽ ആരാധിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൂതിന്റെ മുമ്പിൽ അവൾ സമർപ്പിക്കപ്പെട്ടു. അടുത്ത ദിവസം തന്നെ മറിയ ആരുടെ വീട്ടിലേക്ക് പോയി? എലിസബത്തിന്റെ വീട്ടിൽ പോയി. എന്തിനാ എലിസബത്തിന്റെ വീട്ടിൽ മറിയ പോയെന്നറിയാമോ? എലിസബത്ത് പ്രഗ്നന്റ് ആണെന്ന് അറിയാം. കാരണം ആ സമൂഹത്തിൽ എലിസബത്ത് ഒളിച്ചു പാർക്കുകയാണ്. ആദ്യം ഈ വിഷയം അറിയുന്ന ആരാ? മറിയ. എങ്ങനെ അറിയുന്നേ? ദൂതം പറഞ്ഞുകൊണ്ടാണ് അറിയുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ആവേശമായി, അങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് സന്തോഷിക്കണം. അവളോട് പ്രാർത്ഥിക്കുന്ന വിഷയം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അടുത്ത വെള്ളിയാഴ്ച വന്ന് പറയുകയാണ് എനിക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരും? സന്തോഷം തന്നെ. പക്ഷെ അസൂയം ഉണ്ട്. ഇത് നമ്മൾ പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ, ഞാൻ ഈ ലെവലിൽ നിൽക്കുന്ന ഒരാള് താഴെ നിൽക്കുന്ന ലെവലിൽ നിൽക്കുന്ന ഒരാൾ, താഴെ ലെവലിൽ നിൽക്കുന്ന ആളോട് ഈ ലെവലിൽ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര സ്നേഹമാണ്. ബുദ്ധിമുട്ട് വന്നാൽ 200-500 രൂപ കൊടുക്കും, കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇദ്ദേഹം അയൽവക്കത്ത് താമസിക്കുമ്പോൾ ഇദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചു. വണ്ടി മേടിച്ചതിന് ശേഷം ഈ ഉയർന്ന നിലയിൽ നിൽക്കുന്ന അയൽവക്കത്തുകാരെ ഇപ്പം മിണ്ടത്തിലെന്നാണ്. അപ്പൊ താഴേന്ന് മേലോട്ട് വരുമ്പോൾ എന്താ ഉണ്ടാകാം? അസൂയുണ്ടാകും. പക്ഷെ വളർന്ന് മേളിപ്പോയാൽ പിന്നെ അസൂയയില്ല. ഇവിടുത്തെ ലുലുവിനോടും നമുക്ക് അസൂയുണ്ട്? ഇല്ല. അംബാനിയോട് അസൂയുണ്ട്? ഇല്ല. വളർന്ന് മേളിപ്പോണം. പക്ഷെ താഴെ വരുമ്പോൾ, താഴേന്ന് മേലോട്ട് വരുമ്പോൾ അസൂയ ഉണ്ടാകാം. അതുകൊണ്ട് പത്രോസ് പറഞ്ഞ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ രക്ഷയ്ക്കായി വളരാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഇപ്പൊ സങ്കീർത്തനത്തിലൂടെ കുടിച്ചു വരുന്ന ദിവസങ്ങൾ നമ്മൾ കുടിക്കും. പക്ഷെ ഈ 5 കാര്യം നീക്കിയിട്ടാണോ കുടിക്കുന്നത്, നീക്കാതാണോ കുടിക്കുന്നത്? നമ്മളെല്ലാം നീക്കാതെ കുടിക്കും. ഞാൻ ചെയ്ത് നീക്കാതെ കുടിക്കുന്നത്. ദുഷ്ടത, ചതവ്, വ്യാജഭാവം, അസൂയ, നുണ, ഇത് നീക്കാതെ കുടിക്കുന്നത്. ഇത് നീക്കാതെ കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. ഇതുകൂടെ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? വളരും. പക്ഷെ നമ്മൾ അറിയത്തില്ല. എപ്പോഴും ഇത് അറിയുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടുത്തെ എനിക്കറിയത്തില്ല. കമ്മിറ്റി കൂടുമ്പോഴും അറിയുന്നത് ഇവിടെ ഇത്രയും സാധനം എൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇതെല്ലാം നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാവൂ? കുടിക്കാവൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മറിയയെ സംബന്ധിച്ചിടത്തോളം വലിയ അസൂയൊന്നുമില്ല. മറിയ നേരെ ആ വീട്ടിലോട്ട് ചെന്നു. മറിയ എലിസബത്തിനെ കണ്ട ഉടനെ എന്തോ പറഞ്ഞു? വന്ദനം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടെ മറിയയ്ക്ക് ചാടിക്കേറി വന്ദനം പറയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ എലിസബത്തിനേക്കാൾ വലുതാരാ? മറിയ. കാരണം എലിസബത്തിന്റെ വയറ്റിൽ വളരുന്നവനേക്കാൾ ശ്രേഷ്ഠൻ ആരുടെ വയറ്റിൽ വളരുന്നേ? മറിയയുടെ വയറ്റിൽ വളരുന്നത്. പക്ഷെ ആ ജാടയൊന്നും ആർക്കില്ല. മറിയ ചിലർക്ക് എന്തോ ജാടയുള്ളവരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ കയ്യോ കാലോ കൂടെ വന്നില്ലേ ജീവിതം തീർന്നു. ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന സഹോദരൻ വന്ന ഭാഷ മുഖം കൂടിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുഖം കംപ്ലീറ്റ് കൂടി. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രഷർ കൊണ്ടല്ല കൂടി, ഷുഗർ ഹൈയാണ്, 508 ആയി, അതുകൊണ്ടാണ് കൂടി.
2 വർഷമാകും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ. ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കും, ഇപ്പുറത്തൂടെ പോകും. വളരെ ബുദ്ധിമുട്ടി. അന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയുമില്ല. ഇപ്പോൾ യുകെയിലായിരിക്കുന്ന ഒരു സഹോദരൻ കല്യാണം കഴിച്ചിട്ട് 2 വർഷമേ ഉള്ളൂ, 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ 2 കൈയും 2 കാലും തളർന്നു പോയി. വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലുകാർ കൈവിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ രോഗമെന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ രോഗം നമ്മുടെ ഇടയിലാണ്. ഇപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ പേടിയാണ്. അതുപോലെ രോഗം ബാധിച്ചു തുടങ്ങി. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. മാത്രമേ ഉള്ളൂ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ നിത്യതയിൽ കടന്നു ചെല്ലുവാൻ കഴിയും. അത് മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് അവസാനിക്കുന്നതാണ് എന്ന് പകൽ നാം തിരിച്ചറിയുന്നതാണ്. ഞാൻ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ ഒരു ചാർജർ മേടിക്കാൻ കണ്ണൂരിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒറിജിനൽ 500, ഡ്യൂപ്ലിക്കേറ്റ് 100 ആണ്. ഞാനൊരു 100 കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 6 മാസത്തിനകത്ത് ഇത് കേടായാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാർജ് കൂടെ തരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാർജിന് പോലും 6 മാസത്തെ ഗ്യാരണ്ടി. പക്ഷെ എനിക്കുണ്ടോ? ഇല്ല. ഞാൻ വീട്ടിൽ ചെന്നെങ്കിൽ മാത്രമേ ചെന്നെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവമക്കളെ, നമ്മുടെ അഹങ്കാരവും നമ്മുടെ ജാടയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത, തുറന്നൊന്ന് കൈപിടിക്കാൻ കഴിയാത്തത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതാ. ഇവിടെ കൊണ്ട് അവസാനിക്കാത്ത ഒന്ന് നിത്യതയുണ്ട്. അവിടെയാണ് പകരം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നാളെ ഇല്ലെന്ന് പറഞ്ഞാലും അവിടെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാ യഥാർത്ഥത്തിൽ ആ ദൈവിക സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ 1 ലക്ഷം പേര് കൂടി ഒരു മീറ്റിംഗ് സംബന്ധിച്ചപ്പോൾ അവിടുത്തെ വർഷിപ്പും ആരാധനയെ കണ്ട് എന്റെ കാൽ അറിയാതെ പറഞ്ഞു. ഞാനിങ്ങനെ എന്തിയുടെ 1 ലക്ഷം പേര് കൂടി ആരാധനയിൽ ഈ സന്തോഷം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ സന്തോഷം. കോടാനുകോടി വിശുദ്ധന്മാർ കടന്നു വരുന്ന ആ മകൻ സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ ആത്മീയ സന്തോഷം എത്രയോ വിലപ്പെട്ടതായിരിക്കും. ഉടനെ എലിസബത്ത് പറഞ്ഞു, നിന്റെ വന്ദനസ്വരം എന്റെ കാതുകളിൽ എത്തിയപ്പോൾ പിള്ള എന്റെ ഉള്ളത്തിൽ തുള്ളി. പിള്ളയുണ്ടോ എന്ന് അറിയാനില്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചോ? ഇല്ല. അതാ വിവേചനം എന്ന് പറഞ്ഞത്. ആ ഒരു വിവേചനത്തിന്റെ നൂറ്റാണ്ട് നമ്മുടെ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ പ്രവചനം ഇന്നുണ്ടോ? ഇല്ല. ഞാൻ പിന്മാറ്റി നിൽക്കുമ്പോൾ എന്റെ അമ്മ മീറ്റിംഗിന് വിളിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പേടിച്ച് മറച്ചാ പോകും. ഞാൻ അവിടെ ചെന്ന പ്രവാചകം പൊക്കി. ഇന്ന് ഏത് പ്രവാചകം വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ധൈര്യത്തോടെ വരും. അതിന്റെ കാരണം അത് വെളിപ്പെടത്തില്ലെന്ന് നമുക്കറിയാം. അന്ന് വെളിപ്പെട്ട ഇന്നെന്താ വെളിപ്പെടാത്ത? അന്ന് കൃപയുണ്ടായിരുന്നു, പൈസ ഇല്ലായിരുന്നു. ഇത് പൈസ വന്നപ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും കൂലിക്ക് വിളിച്ചത് ന്യായമായത് തരാന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഞാൻ ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ച് 2 വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 2000 വന്നു കൊടുത്താൽ 3 വേണമെന്ന്. ഞാൻ പറഞ്ഞു, ദൈവാസനെ ദൈവം കൂലിക്കല്ല നമ്മളെ വിളിച്ചത്, ന്യായമായത് തരാം. ഒരിടത്ത് പറഞ്ഞാൽ അടുത്തടുത്ത് മാനിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ, ആകയാൽ ദൈവീയാഗ്രഹം വിട്ട് നീ ഓടണം. ജീവിതത്തിൽ പിന്തുടരേണ്ടതുണ്ട്. ദൈവീയാഗ്രഹം എന്ന് പറയുന്നത് പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ അതിനോട് നമുക്ക് എന്തുണ്ടാകരുത്? ആർത്തി ഉണ്ടാകരുത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവസന്നിധിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് തരേണ്ട നന്മകൾ ദൈവം നമ്പുരാൻ നമ്മുടെ കയ്യിൽ തരും. എലിസബത്തിന് മനസ്സിലായി, മറിയേ, നമ്മൾ സ്വന്തക്കാരാ, നീ പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നീ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം, ഇന്ന കാര്യത്തിനാ. അടുത്ത വാചകത്തിൽ മറിയോട് ഈ എലിസബത്ത് പറഞ്ഞു, ഇപ്പോൾ നീ സാധാരണ മറിയല്ല, യേശുവിന്റെ അമ്മയാകുവാൻ പോകുന്ന മാനവൻ കൂടെ എനിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവ് നിന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ച മറിയേ, നീയാണ് ലോകത്തിൽ വെച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ പ്രതിസന്ധി എങ്ങനെയാ മാറി? യോസഫ് അറിഞ്ഞു, ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചിരിക്കുന്ന അന്ന് രാത്രി സ്വർഗം അവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, മറിയേ, നീ ഉപേക്ഷിക്കരുത്, പരിശുദ്ധാത്മാവിലാണ് അവളെ ചേർത്ത് കൊള്ളണമെന്ന് പറഞ്ഞു. ഇവിടെ മറിയോട് പറയാതെ ആരോട് പറഞ്ഞു? യോസഫിനോട് പറഞ്ഞു. എല്ലാം നമ്മളിലേക്ക് പറയണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. യാക്കോബിനെതിരെ ദോഷം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ലാബാനോട് നീയും പറഞ്ഞു, എന്റെ ദാസനായിരിക്കുന്ന യാക്കോബിനോട് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. യാക്കോബ് അറിയുന്നില്ല ദോഷം ചെയ്യാൻ ആൾ വരുന്നു, പക്ഷെ ദൈവാത്മാവ് ഇടപെട്ടു. നമുക്കെതിരെ ദോഷം ചെയ്യാൻ നിൽക്കുന്നവൻ കാണാം, പക്ഷെ അവനോട് ദൈവാത്മാവ് ഇടപെടാൻ. ഞാൻ ദൈവനെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ നമുക്ക് ദോഷം ചെയ്യാതിരിക്കേണ്ടതിന് നമ്മൾ ദൈവത്തോട് ചെയ്യണം, പ്രാർത്ഥിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ, കമ്പനിയിലൊക്കെ മറ്റുള്ളവർക്ക് നമുക്കെതിരെ ദോഷം ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞ 5 വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞു വെച്ചിട്ട് പുള്ളിക്ക് മാത്രം കിട്ടിയില്ല. പെന്തക്കോസ് എന്ന കാരണത്താൽ മാത്രം ദൈവത്തെ ആരാധിക്കുന്നു. ഒരു ദിവസം അതിന് മുതലാളി കണ്ടിട്ട് പറഞ്ഞ ഇൻക്രിമെന്റ് എല്ലാം കിട്ടുന്നുണ്ടോ? 5 വർഷമായിട്ട് കിട്ടിയില്ലെന്നാണ്. അന്നേരം അക്കൗണ്ടിന്റെ അടുത്തിരുന്നു. അക്കൗണ്ടിന് പുള്ളിക്ക് മാത്രം കൊടുത്തില്ല, ബാക്കി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തെ ഒരുമിച്ച് കൈ കിട്ടി. അത് അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏത് സ്ഥലത്ത് ഭാഷന്മാർക്കെതിരെ ദോഷം ചെയ്യുന്നുണ്ട്. അവരുടെ കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു ദോഷവും
ചെയ്യാതിരിക്കേണ്ടത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരാളെ ഒരൊറ്റ വാക്ക് മതി ദോഷമായി മാറാൻ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കയറ്റി പ്രാർത്ഥിക്കണം. കർത്താവ്, ഒരു മനുഷ്യൻ പോലും എനിക്കെതിരെ ദോഷം ചെയ്യാനിടയാകരുത്. എന്റെ സ്ഥാപനത്തിൽ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എവിടെയായിക്കൊള്ളട്ടെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് മറിയയ്ക്ക് വേണ്ടി യോസഫിനോട് ദൈവം സംസാരിച്ചെങ്കിൽ, യാക്കോബിന് വേണ്ടി ലാബാനോട് ദൈവം സംസാരിച്ചെങ്കിൽ, പൗലോസിന് വേണ്ടി ശതാധിപനോട് ദൈവം സംസാരിച്ചെങ്കിൽ, ഇന്നു പകൽ നമുക്ക് വേണ്ടി എവിടെയൊക്കെ ഇടപെടണമോ അവിടെയെല്ലാം ഇടപെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇനി സക്കറിയാവിന് എന്ത് സംഭവിച്ചു അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടുന്നതിന് സമയമാകും. 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥന നമ്മൾ 3ആയിട്ട് കാണും. ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് അല്പം താമസിക്കും, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. കാരണം അത് ദൈവം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ പൗലോസ് 3 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ശരീരത്തിന്റെ രോഗം മാറണം. കർത്താവ് പറഞ്ഞു, മാറത്തില്ല. കാരണം നിന്റെ ഹൃദയം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്നെ കുത്താൻ ഞാൻ തന്നെ ഒരു സാത്താന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയേക്കോ, ഇല്ലെങ്കിൽ നിന്റെ ഹൃദയം നിഗളിക്കാം. കാരണം പുള്ളിയുടെ എഴുത്ത് കാണുമ്പോൾ നമുക്കറിയാം. ആദ്യം പുള്ളി എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ അപ്പോസ്തലന്മാരിലും ഒട്ടും കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്ററേക്കാൾ, നിങ്ങളെക്കാൾ ഞാൻ കുറഞ്ഞവനല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? കൂടിയവനാന്നാ പൗലോസ് പറഞ്ഞാ. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആദ്യം പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ എബ്രാഹിമിൽ ജനിച്ച എബ്രാഹാരാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാർത്തയല്ലെന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ കുത്തുകയറിയപ്പോൾ പറഞ്ഞു, എല്ലാ അപ്പോസ്തലന്മാരിലും ഏറ്റവും ചെറിയവനായിരുന്നു. അടുത്ത കുത്തുകിട്ടിയപ്പോൾ പൗലോസ് പറഞ്ഞു, അപ്പോസ്തലൻ എന്ന പേരിന് പോലും ഞാൻ ആരല്ല, യോഗ്യനല്ല. രണ്ടാമത് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അടുത്ത വാക്യങ്ങളിൽ താൻ എഴുതുമ്പോൾ പറഞ്ഞു, തികഞ്ഞവനെന്ന് ഞാൻ പറയത്തില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോർവരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയാൻ പ്രേരിപ്പിച്ചു. ഇല്ലെങ്കിൽ പൗലോസ് അവിടെ കാണത്തില്ല, സ്വർഗത്തിൽ കാണത്തില്ല. കാരണം 1, 2, 3 മിഷണറി യാത്രകൾ മാറി മാറി ചെയ്ത് സഭകൾ സ്ഥാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അകത്ത് അഹങ്കാരം വരാം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വിഷയം അഹങ്കാരം. എത്ര ദൈവം നമ്മളെ ഉയർത്തിയാലും ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിക്കാൻ പാടില്ല. പൈസ എന്നൊക്കെ പറഞ്ഞ് നിസാരയുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ മുറിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അമൃതയിൽ ചെന്നപ്പോൾ അവർ മുറിക്കാതെ പറ്റും. 33.5 ലക്ഷം രൂപ 6 മാസം കൊണ്ട്. 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഒരു വിഷയം അല്ല. ഹല്ലേലൂയ. പക്ഷെ കാലം എന്ത് ചെയ്തു? മുറിക്കാതെ വിട്ടു. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അഹങ്കാരം പാടില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, നിന്നെ കുത്താൻ ഞാൻ തന്നെ ഒരു സാത്താന്റെ ദൂതനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ ഹൃദയം നിഗളിച്ചു പോകാം. നീ എവിടെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ സ്വർഗ്ഗത്തിൽ കാണണമെന്ന് ഉറപ്പുണ്ട്. ദൈവത്തിൽ നമ്മളെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം നിത്യതയിൽ കാണപ്പെടണമെന്ന്. അതുകൊണ്ടാണ് എബ്രായ സഭയുടെ എഴുത്തുകാരൻ പറഞ്ഞു, ആകയാൽ അവന്റെ സ്വത്തതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുക. ഒറ്റ വാഗ്ദത്തമേ ജീവിതത്തിൽ ഇനി ശേഷിച്ചിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ വരവാ, അവന്റെ സ്വത്തതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തമാ അവിടെ നമുക്ക് കാണാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ. 2, മോശ ദൈവത്തോട് പ്രവർത്തിച്ചു, കർത്താവിന്റെ നാവിന്റെ കെട്ടം തീരണം. കെട്ടഴിച്ചാൽ സൂചിച്ചവർക്ക് വരുന്നത് ഒറ്റ ഡിമാൻഡ് വെച്ചു. കർത്താവ് പറഞ്ഞ് കെട്ടഴിക്കാതെ സൂചിച്ചവർക്ക് വരണം. കെട്ടിയാൻ എന്ത് ചെയ്തില്ല? കഴിക്കത്തില്ല. വടിയിട്ട് സർപ്പമായി തിരിച്ചു പിടിച്ചു, വടിയായി കൈ കക്ഷത്ത് വെച്ചു, കുഷ്ഠരോഗം തിരിച്ചു വെച്ചു, നല്ല കൈയായി. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് നാവിന് കെട്ടഴിച്ചു കിടന്നു കഴിക്കാം. പക്ഷെ കെട്ടഴിഞ്ഞു കിടന്നാൽ മരുഭൂമി സൂപ്പർ അടി കിടക്കും. എന്നിട്ട് കൊണ്ട് 2 പ്രാവശ്യം അടി കിടന്നു. അപ്പൊ കെട്ടു കഴിഞ്ഞെങ്കിലും ആടി സൂപ്പർ എല്ലാ ദിവസവും കിടക്കും. കാരണം ജനം ആരാ പുള്ളികളെന്ന് അറിയാം. വായി അപ്പോസ്തല പ്രവൃത്തി 13:18 അത് വായിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 13:18. അവരുടെ സ്വഭാവം ദൈവം എന്ത് ചെയ്തു? 40 വർഷവും ദൈവന്മാരെ സഹിക്കുകയായിരുന്നു. നാളെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ, അമ്മാമ്മയെ സഹിക്കുകയായിരുന്നു. എന്തോ സ്വഭാവമായിരുന്നു. ഭാഷന്മാരും പറയുന്ന വിശ്വാസികളെ ഞാൻ എന്ത് ചെയ്യാൻ സഹിക്കുകയാണ്. അമ്മമാര് തിരിച്ചും പറയും, നമ്മളിങ്ങനെ പിള്ളേരെ സഹിക്കാന്ന് പറഞ്ഞിട്ട് എന്തോ സ്വഭാവമായിരിക്കും. അങ്ങനെയുള്ളവരെ പറയത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഒരു പിള്ളേരെ സഹിക്കാന്ന് പറയത്തില്ല. 40 വർഷം ഇവന്മാരെ ദൈവം സഹിക്കുകയായിരുന്നു. മോശ സഹിക്കത്തൊന്നുമില്ല. മോശ ഡെയിലി അടിയെടുത്തേനെ. കാരണം പുള്ളിക്ക് ഇച്ചിരി കോപമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ട് ധാരപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഒരു വിഷയം വരണം. അന്നേരം ഇത് മൊത്തം പുറത്തു വരുന്നത് എത്രയോ സഭകൾ നമുക്കറിയാം, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന് നല്ലതായിട്ട് അറിയാൻ പ്രശ്നം ഉണ്ടാകുന്നു. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? കെട്ടിട്ടു. ഈ വിപ്പുള്ളവർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയത്തില്ല. അവര് നമ്മൾ അടിച്ചെന്ന് പറഞ്ഞാലും തിരിച്ച് നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രതികരിക്കത്തില്ല. നമ്മളൊന്നും ചോദിക്കാൻ പോകത്തില്ല. പക്ഷെ അകരവനെല്ലാം അറിയാം, അകരവും പറയത്തില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, മോശയെ നാവിന്റെ കെട്ട് കഴിഞ്ഞിട്ട് നീ പൂജകളിലേക്ക് വരണ്ട, നാവിന്റെ കെട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്ക്, നീ
എത്ര പ്രാർത്ഥിച്ചാലും കെട്ടുമാറത്തില്ല. കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. മരുഭൂമിയിലെ പ്രശ്നത്തിന്റെ ഒഴിവാക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിട്ടു. അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ നോക്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറയരുത്. എന്താ പറയരുത്? ഞാൻ ഇന്നാരെ വിളിച്ചതിൽ അവന്റെ സ്വഭാവം സഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ വിളിച്ചതിൽ എനിക്ക് വേദനയുണ്ടെന്ന് പറയരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ശമൂവേലിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ശൗലിനെ ഞാൻ രാജാവായി വാഴിച്ചതിൽ എന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടെന്ന്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം പലരെയും വിളിച്ചതിൽ ദുഃഖിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ശമൂവേലിനോട് പറഞ്ഞു, നീ ശൗലിനെ കുറിച്ച് ദുഃഖിക്കുന്നതിനേക്കാൾ ദുഃഖം ആർക്കുണ്ട്? എനിക്കുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ, ഞാൻ മുഖാന്തരം എന്റെ തലമുറ മുഖാന്തരം സുവിശേഷത്തിന് ഒരു വിഘ്നവും ഉണ്ടാകരുത്, സുവിശേഷത്തിന് ഒരു തടസ്സമുണ്ടാകരുത്, നാണക്കേടുണ്ടാകരുത്. പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞു, ഞാൻ മുഖാന്തരം സുവിശേഷത്തിന് ഒരു വിഘ്നവും ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ദോഷം ചെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കണം, നമ്മളും നമ്മുടെ തലമുറയും മുഖാന്തരം ദൈവനാമം ദുഷിക്കപ്പെടരുത്. എത്രയോ പാസ്റ്റർമാർ പിള്ളേർ മുഖാന്തരം അവർ പുസ്തകം മടക്കി വെച്ചെന്നറിയാമോ? പ്രസംഗിക്കാൻ കഴിയാതെ. കാരണം ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, നമ്മൾ ആയിരിക്കുന്ന ആത്മീയ സമൂഹത്തിൽ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവർ മുഖാന്തരം സുവിശേഷത്തിന് വിഘ്നം ഉണ്ടാകരുത്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മളെ വിളിച്ച ദൈവം ദുഃഖിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. റോമാലേഖനം 16 ഒരുപാട് വിശ്വാസികളുടെ പേരെഴുതിയിട്ട് പൗലോസ് പറഞ്ഞു, അവരെല്ലാം സുവിശേഷത്തിന് അനുഗ്രഹമായിരുന്നു, അവരെല്ലാം കർത്താവിന്റെ നാമത്തിന് അനുഗ്രഹമായിരുന്നു. ഇന്ന് പകൽ ഞാനും നിങ്ങളും കർത്താവിന്റെ നാമത്തിന് ആരായിരിക്കണം? എത്രയോ കുടുംബങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞു. എനിക്ക് കാലേവനെ കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ ദാസനായിരിക്കുന്ന കാലേവൻ വേറൊരു എന്താ അങ്ങനെ പറഞ്ഞു. മോശയുടെ മരണശേഷം രണ്ടുപേരും ഒരുപോലെ ദൈവത്തോട് പറ്റിയിരുന്നു. ആരൊക്കെ? യോശുവയും കാലേവും. ഇപ്പൊ രണ്ടാം സ്ഥാനം ആർക്ക് കൊടുത്തു? യോശുവയ്ക്ക് കൊടുത്തു. അഭിഭാഷ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പറയാം, അഭിഭാഷ കൊടുത്ത് സമയം കഴിഞ്ഞ് പോവാന്ന് വെച്ചു. ഇവിടെ രണ്ടുപേരും ഒരുപോലെ, ഇപ്പൊ 3-4 ദൈവാസനങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ 25 വർഷം പറ്റിയിരുന്നു. ഒരാൾക്ക് കൊടുത്താൽ അടുത്താക്കുന്നുണ്ടാവും, വേനുണ്ടാവും, ഓട്ടോമാറ്റിക് എനിക്ക് കാര്യം ഉണ്ടാവും. യോശു വിളിക്കുന്ന ഒരു കമ്മിറ്റിക്ക് കാലേവാൻ ഞാൻ കൊടുത്തില്ല, കാരണം എന്നെ എന്ത് ചെയ്തില്ല, പരിഗണിച്ചില്ല. യോശു വിളിക്കുന്ന ഒരു കമ്മിറ്റിക്കും കാലേ ഗുണമെന്നില്ല, പക്ഷെ കാലേ എല്ലാ കമ്മിറ്റിക്കും ഉണ്ട്. കാലേവിന് ഒരു പരാതിയില്ല. പക്ഷെ അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. അടുത്ത ന്യായാധിപന്മാരുടെ കാലഘട്ടം വന്നപ്പോൾ കാലേവിന്റെ മകൾ അക്സയുടെ ഭർത്താവ് ദൈവം ആദ്യം പരിഗണിച്ചു. അന്ന് ആ ദൈവദാസന് കൈത്താമന് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് അടുത്ത തലമുറയുടെ കാലഘട്ടം വന്നപ്പോൾ ദൈവം നമ്പുരാൻ ആദരിച്ചു. ആദ്യത്തെ ന്യായാധിപനാരാ? ആണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കാലഘട്ടത്തിൽ അല്പം ക്ലേശങ്ങളിലൂടെ വേദനയിലൂടെ ഒക്കെ കടന്നുപോയാലും തലമുറയുടെ കാലഘട്ടം വരുമ്പോൾ ദൈവം ആദരിക്കും. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, 5 അപ്പത്തിന് പോലും ഞാൻ അബീമേലെക്കിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മകനായിരിക്കുന്ന ശലോമോന്റെ വീട്ടിൽ നിന്ന് ഡെയിലി എത്ര പേരാ കഴിച്ചിട്ട് പോകുന്നതെന്നറിയാം. ഞാൻ 5 അപ്പത്തിന് വേണ്ടി നിന്നെങ്കിൽ എന്റെ തലമുറ വാരിക്കൊടുക്കുന്ന നിലവാരത്തിൽ ദൈവം നമ്പുരാൻ ഇന്ന് പകൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ തലമുറകളെ മുഴുവൻ ദൈവം നമ്പുരാൻ ആദരിച്ചിട്ടുണ്ട്. നീ പറഞ്ഞതുപോലെ ദൈവനെ ആദരിക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ 42-8 ഇങ്ങനെ വായിക്കുന്നു, യോബിന്റെ മുഖത്തെ ദൈവം ചെയ്തു ആദരിച്ചു. 1 മുതൽ 37 അധ്യായം വരെ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടില്ല. 37-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നതായി കാണുന്നില്ല, എങ്കിലും ഒരു കാറ്റ് കടന്നതിനെ തെളിവാക്കുമെന്ന് ഉറപ്പോടെ പറയുമ്പോൾ 38-ൽ ദൈവം ഇറങ്ങി ഒന്ന് സംസാരിക്കും തുടങ്ങി. ഇന്ന് പകൽ ലോകത്തിൽ ആര് സംസാരിച്ചില്ലെങ്കിലും ആര് കണ്ടില്ലെങ്കിലും ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെയും കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ അത് കടമോ വേദനയോ നിരാശയോ വന്നാൽ ഭാരപ്പെടരുത്. അടുത്ത കാലഘട്ടം ദൈവം നമ്മളെ ആദരിക്കും. കാലേവിനെ കുറിച്ച് പറഞ്ഞു, എന്റെ ദാസനായ കാലേവ് വേറൊരു സ്വഭാവമുള്ളവനാണ്, അതുകൊണ്ടാണ് ദൈവം നമ്പുരാൻ. ഇനി ആ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. 2 ചില പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. ഇവിടുന്ന് ഒരാൾ സിംഗപ്പൂരിൽ പഠിക്കാനായിട്ട് ചെന്നു. അദ്ദേഹം വെള്ളിയാഴ്ച കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞു, തിങ്കളാഴ്ച 1 ലക്ഷം രൂപ അടക്കണമെന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയില്ല. അദ്ദേഹം നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഏതെങ്കിലും കളിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നിട്ട് തിരക്കിയൊരു കാര്യമുണ്ട്, ഇവിടെ ദൈവസഭയുണ്ടോ എന്ന് തിരക്കി. നമ്മളാരും ഒരു കാര്യം ഓർക്കണം, ഏത് രാജ്യത്ത് നമ്മുടെ പിള്ളേർ പഠിക്കാൻ പോയാലും ദൈവത്തെ ആരാധിക്കുന്ന സഭയിൽ പോയാലും നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഈ രാജ്യത്ത് വന്നു, എനിക്ക് നാളെ 1 ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ കോളേജിൽ കയറാൻ പറ്റത്തുള്ളൂ. സഭ നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവിടെ പണമുള്ള ഒരു അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛനോട് ദൈവാത്മ പറഞ്ഞു, 1 ലക്ഷം രൂപ നീ കൊടുക്കണമെന്ന്. അച്ഛൻ ഒറ്റ ശാസ്ത്ര വിഷയ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ ഇടപാടാണ്. പൈസയുടെ വിഷയം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, വിഷയാണോ ദൈവമാണെന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ പുള്ളി ഒറ്റ ശാസനമായിട്ട് അപ്പൊ ദൈവം വിട്ടില്ല. ദൈവം പറഞ്ഞു, വായന വാക്യം എന്ന് പറഞ്ഞു. വായന ആവർത്തനം 15-10 പെട്ടെന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 15-10.
നീ അവനെ കൊടുത്തേ മതിയാകും. വ്യസനത്തോടെ സ്വോത്രം ചെയ്തത്, വ്യസനത്തോടെ കൊടുക്കുമ്പോൾ വ്യസനം ഉണ്ടാകരുത്. അടുത്തത്, നിന്റെ ദൈവമായിരിക്കുന്ന യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം അനുഗ്രഹിക്കണം. മീറ്റിംഗ് അയച്ചാൽ വിളിച്ചിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ നാളെ അടയ്ക്കാൻ. അവൻ ആമ്പൂൽ ഞെട്ടിപ്പോയി. അച്ഛനോട് പറഞ്ഞ് പിറ്റേ ആഴ്ചത്തെ ബിസിനസ്സിൽ 5 ലക്ഷം രൂപയുടെ പണി ദൈവം തന്നു. ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ ഇന്ന് സഭയിൽ അച്ഛനുണ്ടായിരുന്നു. അച്ഛനോട് എഴുതി വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷെ ദശാംശം മൊത്തം ഞാൻ അവിടെ കൊടുക്കുക, ഒറ്റ പൈസ ഒരു നാട്ടിൽ തരത്തിൽ തന്നു. നമ്മൾ ഒരു പൈസയും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ട് അവിടെ കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ദശാംശം കൊടുക്കണമെന്ന് എനിക്കൊരവസരം കുവൈറ്റ് കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ പാസ്പോർട്ട് ചോദിച്ചു, അച്ഛൻ ദശാംശം വന്ന് തരുന്നത് എന്നോട് പറഞ്ഞേക്കുന്ന നാട്ടിൽ കൊടുക്കണം. പക്ഷെ ഇത് എവിടെങ്കിലും എന്ത് ചെയ്യണം? കൊടുക്കണം. പൗലോസ് പറഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് കൃത്യമായി എനിക്കൊരു പൈസ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ പ്രയത്നത്തിലേക്ക്, നിങ്ങളുടെ നന്മയിലേക്ക് കയറണമെങ്കിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി എന്ത് ചെയ്ത് പറ്റും? അതുകൊണ്ട് ആ പിറ്റേ ആഴ്ചത്തെ ബിസിനസ്സിൽ 5 ലക്ഷം രൂപ വഴി ദൈവം നമ്മളാ തുറന്നു കൊടുത്തു. ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ പിന്നിൽ ഉത്തരവാദിത്വം നമ്മൾ കൊണ്ടായിട്ട് ജീവിതകാലത്ത് കൊടുക്കാൻ പറ്റും. അതിനൊഴിക്കാതെ പാഷകാരിയായിരിക്കും. അദ്ദേഹം കമ്മങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനത്തിന് വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മണക്കാലം പഠിക്കുന്ന സമയമാണ്. 7 ദിവസം ഉപവാസം നടക്കുമ്പോൾ വെറുതെ മീറ്റിംഗിനായിട്ട് ചെന്നു. അവിടെ ചെന്നിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു ഒരു 100 രൂപ പുള്ളി കൊടുക്കണമെന്ന്. എൻ്റെ 650 രൂപ. അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. കാരണം എനിക്ക് മണക്കാലം 900 രൂപ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ. ഈ ബൈക്കോള എന്ന് പറഞ്ഞാൽ ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സംഭവിക്കുന്നില്ല. നമ്മൾ വെളിയിൽ നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ 900 രൂപ ആദ്യം ഫീസ് അടച്ച് അക്കൗണ്ടിന്റെ ഒപ്പ് മേടിച്ചെങ്കിൽ ബാക്കി 6 പേര് ഒപ്പിടും. 7 പേരുടെ ഒപ്പിട്ടാലേ ആ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ദൈവത്തോട് പറഞ്ഞ് ഒരു കാരണവശാലും 100 രൂപ കൊടുക്കത്തില്ല. 50 രൂപ വണ്ടിക്കൂലിയും പിന്നെ 600, 100 പോയാൽ പിന്നെ 400 എന്ത് ചെയ്യണം? ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് 300 മതി, ഒരു കാരണവശാലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി. പക്ഷേ രാവിലെ ഞാൻ മണക്കാതെ പോകാനായിട്ട് കമ്മങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് 50 രൂപ പോക്കറ്റിൽ വെച്ച് 600 പേഴ്സ് കൂടെ ഫാൻസിന്റെ പോക്കറ്റിൽ വെച്ച് അവിടെ നിന്ന് വണ്ടി കയറി അടിവ് ചെന്നിറങ്ങി നോക്കിയപ്പോൾ പോക്കറ്റിൽ പേഴ്സില്ല. പോക്കറ്റ് ഞാൻ ഇഷ്ടം പോലെ പൈസ കൊണ്ട് നടന്നിട്ടുള്ളൂ. ഇന്ന് വരെ ഒറ്റ പൈസ പോക്കറ്റ് അടിക്കാരെ കൊണ്ടുപോയിട്ട്. അന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എടാ, നീ 100 രൂപയ്ക്ക് എന്നോട് പണങ്ങിയെങ്കിൽ എനിക്ക് 600 പോട്ടറാണോ? 900 തരാൻ ഞാൻ ആരാ? വിശ്വസന. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഏത് കോളേജിലായാലും എവിടെ പഠിച്ചാലും സ്നേഹിച്ച് ഏറ്റവും അടുത്തൊരാൾ കാണും. അദ്ദേഹം കുടുംബമുള്ള ബിനു ഇന്ന് അദ്ദേഹം UK ലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഞാൻ പൊതു മീറ്റിങ്ങിന് പോകുന്ന ആളാ. 900 ഞാൻ തരാൻ ഷൂ മേടിക്കുന്ന പരീക്ഷ എഴുതാൻ പറഞ്ഞു. അന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. 900 തരാൻ ഞാൻ ആരാം? വിശ്വസനം. നമ്മൾ 100 രൂപയ്ക്ക് ദൈവത്തെ എന്ത് ചെയ്തു? അവിശ്വസിച്ചു. ഇന്നും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ അവിശ്വസിക്കുക. നമ്മൾ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ദൈവത്തെ വെച്ചേക്കുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ പലരും സൗകര്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഈ കോഴിയൊക്കെ പിടിച്ചിറക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവ് 21 കോഴിയെ കിള്ളിയാൻ കൊണ്ടുപോകുന്ന 2 കോഴിയെ കർത്താവിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയെ നോട്ടക്കാരനായിട്ട് വരെ നമ്മൾ കർത്താവ് നമ്മുടെ കോഴിയെ നോക്കാനാണ് വന്നത്. അല്ല, 2023 വർഷങ്ങൾക്ക് മുമ്പ് കാലൊരു കുരിശിൽ അവസാനം രക്തം വരെ ഊറ്റിത്തന്ന ദൈവസ്നേഹം ഓർത്താൻ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. സകല വിഷയത്തിനും ദൈവം പരിഹാരം തരാൻ ശക്തനാണ്. നമ്മളൊക്കെ ദൈവത്തെ അങ്ങ് അതിരുകടന്ന് അവിശ്വസിക്കും. ഇന്ന് പകൽ നമ്മൾ സേവിക്കുന്ന കർത്താവിനെ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. 3 ചില പ്രാർത്ഥനയ്ക്ക് അല്പം താമസിച്ച് കിട്ടത്തുള്ളൂ. താമസിച്ച് കിട്ടുന്ന എല്ലാം ശ്രേഷ്ഠം. കല്യാണം താമസിച്ചിട്ടുണ്ടെങ്കിൽ, ജോലി താമസിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് വിഷയം താമസിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ അനുഗ്രഹമാറിയിട്ടുണ്ട്. ആരോട് ചോദിച്ചോ അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ താമസിച്ചിട്ടുണ്ടോ അതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. അവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. എലിസബത്തും സക്കരിയാവും നല്ല ഫാമിലി. അവരെ കുറിച്ച് വേദോത്സവം പോലും പറഞ്ഞു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത്ഭുതം നടന്നില്ലെങ്കിൽ ഞങ്ങൾ പറയാം, അച്ഛൻ നല്ലത്, അമ്മ ഇച്ചുകൂടെ ശരിയായ ശരി, അല്ലെങ്കിൽ അമ്മ നല്ലത്, അച്ഛൻ ഇച്ചുകൂടെ. നമ്മൾ ആരെങ്കിലും നല്ലൊരു കാര്യം, ഇവിടെ അച്ഛനും നല്ലത്, അമ്മാമയും നല്ലതാണ്. പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. അതിന്റെ കാരണം എന്താ? യേശുവിനെ പരിചയപ്പെടുത്തുകയും യേശുവിനെ സ്നാനപ്പെടുത്തുകയും ചെയ്യേണ്ട യോഹന്നാൻ സ്നാപകൻ ഈ വീട്ടിൽ ജനിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ എപ്പം മാത്രമേ ജനിക്കാൻ പറ്റൂ? യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് 6-ാം മാസം മാത്രമേ ജനിക്കാവൂ. അതുകൊണ്ട് ആ മറുപടി താമസിച്ചു. അതുകൊണ്ട് അവർ ഒത്തിരി നിന്ദിക്കപ്പെട്ടില്ലേ? ഒളിച്ചു പാർക്കേണ്ടി വന്നില്ലയോ? അവരോട് ചോദിച്ചാൽ അവർ പറയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി മാന്യതയുണ്ട്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ കൂട്ടത്തിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് പറയുന്ന സന്തതിക്ക് ജന്മം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, ചിലത് താമസിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുമ്പോൾ ഓർത്തോടെ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടും. ഞാനിരുന്ന ചർച്ചയിൽ നേരത്തെ ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു സഹോദരൻ വഴി ഓർക്കുന്നത് ബാക്കി എല്ലാവരും കേട്ടിട്ടു. ഇദ്ദേഹത്തെ ഇനി കൊല്ലാനൊന്നുമില്ല, വാസ്തവക്കാരും വിശ്വാസികളും കൊല്ലുകയോ, നിനക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ.
ഏറ്റവും ഒടുവിലാണ് പുള്ളി പോയത്. പക്ഷെ പുള്ളിക്ക് തുറന്നപ്പോൾ ഫാമിലി വിസ കൊടുത്തു. ഇന്ന് പുള്ളി സൗദി അറേബ്യയിലുണ്ട്. റിയാദിനപ്പുറത്ത് ബുറൈദ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഏറ്റവും ശ്രദ്ധവാനില്ല. അപ്പം താമസിക്കുമ്പോൾ ഓർത്തോണം ഒത്തിരി പേര് നമ്മളെ വേദനപ്പെടുത്തും, ഒത്തിരി വിഷയങ്ങളുണ്ടാകാം. പക്ഷെ താമസിക്കുമ്പോൾ ഓർത്തോണം വെളിപ്പെടുന്ന മറുപടി. ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, ഞാൻ വീട്ടിൽ നിന്ദിക്കപ്പെട്ടതിന് ഒരിതുമില്ല. ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് ആലയത്തിൽ പോകുമ്പോൾ പെരിനി എന്നോട് ചോദിച്ചു, പുസ്തകം എടുത്തിട്ട് എന്തേ കാര്യം, നിന്റെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പെനിന്നയുടെ മക്കൾ പുസ്തകത്തിൽ അറിയപ്പെടാതിരിക്കുമ്പോൾ അന്നയുടെ മോന്റെ പേര് വേദപുസ്തകത്തിൽ എവിടെ എഴുതി ചേർത്തിട്ടുണ്ട്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എബ്രായ ലേഖനം 11 വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ആരുടെ പേരുണ്ട്? ശമൂവേലിന്റെ പേരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ന്യായാധിപന്മാരുടെ പേര് എഴുതുമ്പോൾ ആരുടെ പേരുണ്ട്? ശമൂവേലിന്റെ പേരുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുത്തുകാരുടെ പേര് പറയുമ്പോൾ ആരുടെ പേരുണ്ട്? ശമൂവേലിന്റെ പേരുണ്ട്. 99-ാം സങ്കീർത്തനം പ്രാർത്ഥനാവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ആരുടെ പേരുണ്ട്? ശമൂവേലിന്റെ പേരുണ്ട്. ഏറ്റവും വലിയ നേതാവായ മോശയുടെ പേരിനോട് ചേർത്ത് ഇരമ്യാ പ്രവചനത്തിൽ ശമൂവേലിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി ചേർത്തിട്ടുണ്ട്. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷൻ മാന്യനാണ് അവൻ പറയുന്നത് ഒത്തുവരുന്നു. ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന വിശ്വസ്ത പ്രവാചകൻ. ചെറുപ്പനാൾ തൊട്ട് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഇതിൽ പരം ഭാഗ്യം ഹന്നയ്ക്ക് വേണ്ട. പെനിന്നയുടെ മക്കൾ പുസ്തകം അറിയപ്പെടാതിരിക്കുമ്പോൾ എന്റെ മറുപടി അല്പം താമസിച്ചെങ്കിൽ ലോകം അറിയപ്പെടുന്ന വിവിധ തലങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായി എന്റെ മകനെ ഉയർത്താനിടയായി. നമ്മുടെ അകത്തെല്ലാം വേറെ വിഷയമുണ്ടോ? എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലല്ലോ. അവിടെ പറഞ്ഞാൽ അവസാനിക്കുന്നു. എന്റെ അകത്തും വന്നിട്ടുണ്ട് ചില ഇത്രയും ഇതൊക്കെ കാണിക്കുമ്പോൾ എന്തേ ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന ചിന്ത നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ യജമാനനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, പെട്ടെന്ന് യജമാനൻ പ്രതികരിക്കുന്ന ദൈവമല്ല, യജമാനൻ പ്രതികരിക്കുന്ന ദൈവമാണ്. അതൊക്കെ താമസിച്ച് പ്രതികരിക്കും. അതൊരു കഥയിലൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ രസകരമായ നല്ലൊരു കഥ കണ്ടു. ഒരു യജമാനന് ഒരു കാളയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ജോലിക്ക് പോകും. ഒരു ദിവസം രാവിലെ കാള എഴുന്നേറ്റിട്ട് ഈ കഴുതയോട് പറഞ്ഞു, ഇന്ന് ഞാൻ ജോലിക്ക് വരുന്നില്ല, എനിക്ക് അല്പം നടുവേദനയാണ്, നീ പോകാൻ പറഞ്ഞു. അങ്ങനെ കഴുത പോയി തിരിച്ചു വന്നപ്പോൾ ഈ കാള ചോദിച്ചു, ഇന്ന് ഞാൻ വരാഞ്ഞത് കൊണ്ട് നമ്മുടെ യജമാനൻ ഒന്നും പറഞ്ഞില്ല, നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം ജോലിയും കൂടെ എന്ത് ചെയ്തേനെ, നടന്നേനെന്ന് പറഞ്ഞു. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസവും കാള എന്ത് ചെയ്തില്ല, പോയില്ല. കാള പഴയതുപോലെ വൈകിട്ട് കഴുത വന്നപ്പോൾ ചോദിച്ചു, ഇന്ന് ഞാൻ വരാഞ്ഞത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല, നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം ജോലിയും കൂടെ നടന്നേനെ. ഇന്നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ 5 ആഴ്ചയായി സവാജിനോട് എനിക്ക് ഒരു കുഴപ്പമില്ല. ശരിയില്ല, കാളയ്ക്ക് 2ാമത്തെ ദിവസമായി 3ാമത്തെ 40 ദിവസമായി ഒരു കുഴപ്പവും ഇല്ല, യജമാനം ഒന്നും പറയുന്നില്ല. പക്ഷെ 40ാമത്തെ ദിവസം പഴയതുപോലെ കഴുത വന്നപ്പോൾ ചോദിച്ചു, ഇന്ന് വല്ലതും പറഞ്ഞു? ഇന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉച്ചയ്ക്ക് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു ഇറച്ചി കച്ചവടക്കാരനുമായി നിന്ന് യജമാനൻ സംസാരിക്കേണ്ടത്. പിറ്റേന്ന് രാവിലെ കാളയുടെ കടുവേനമാണ്. 6 മണിക്ക് പോകേണ്ട കാള 5 മണിക്ക് പോകും. അതിന് കാര്യം എന്താ? ഇല്ലെങ്കിൽ ഇറച്ചി കച്ചവടക്കാരന്റെ കയ്യിൽ പോകും. ആർക്കറിയാം? ഇനി വൈകി ചെന്നാലോ നടുവേദന ഇല്ലെന്ന് തെളിയിക്കണമെങ്കിൽ അധികം ജോലി ചെയ്തേ പറ്റും. 40 ദിവസമായിട്ട് നടുവേദന ഇടുന്ന ഇത് ഡെയിലി അങ്ങ് പോയാൽ വല്ല കുഴപ്പമുണ്ടോ? എല്ലാ ഞായറാഴ്ച സഭാത്തിനൊന്നും വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ യജമാനൻ പ്രതികരിക്കുന്ന യജമാനനാണ്. ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. കർത്താവിന്റെ ദൂതാഴമായി വിശ്വസിക്കുന്ന, സാഹചര്യം നോക്കാതെ വിശ്വസിക്കുന്ന നാമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളാണ് ഭാഗ്യവാനെന്ന് പറയുന്നത്. വിശ്വസിക്കാത്തവരെ ദൈവം വിളിക്കുന്നവര് മന്ദബുദ്ധിയാണ്. ഇന്ന് പകൽ ജീവിതത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ മടങ്ങി വരേണ്ടോ ഞാൻ സഹിതം സമർപ്പിക്കുന്ന കർത്താവേ, മടങ്ങി വരേണ്ട മണ്ഡലങ്ങൾ മടങ്ങി വരുവാൻ മറ്റുള്ളവർ ഞങ്ങൾക്കൊരു ദോഷവും ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 നമ്മൾ മുഖാന്തരം ദൈവനാമം ഒരിക്കലും ദുഷിക്കപ്പെടരുത്. ദൈവനാമത്തിനൊരു വിഗ്രഹം ഉണ്ടാകരുത്. ഇന്ന് മകൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ദൈവത്തിനും ദൈവീയ മക്കൾക്കും ദൈവരാജ്യത്തിനും ഒരു ആശ്വാസമായി തീരണം.